So hello guys, my name is Nikhil. So കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തായിരുന്നു അല്ലേ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പല ടൈപ്സ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് യൂണിറ്റ്സ് അല്ലേ, പിന്നെ അതിൻ്റെ പ്രോപ്പർട്ടീസും അതിൻ്റെ ഇക്വേഷനൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോ പഠിച്ചത്. സോ ഇന്നത്തെ വീഡിയോ നമ്മളിതിൻ്റെ നെക്സ്റ്റ് ടോപ്പിക് പഠിക്കാൻ പോവാണ്, കോൾഡ് ആസ് ഡയമെൻഷൻസ്. ഓക്കെ, ഡയമെൻഷൻ ടോപ്പിക് കുറേ കൂടി ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം എൻട്രൻസ് എക്സാമിൽ കൂടുതലും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഡയമെൻഷൻ ടോപ്പിക്കിൽ നിന്നാണ്. ഓക്കെ, സോ നമുക്ക് നോക്കാം ഡയമെൻഷൻ. സോ ഹെഡിങ് ആണ് ഡയമെൻഷൻ ആൻഡ് അനാലിസിസ് ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ. നമ്മൾ ഡയമെൻഷൻ എന്താണെന്ന് പഠിക്കും, പിന്നെ അതിൻ്റെ കുറച്ച് ആപ്ലിക്കേഷൻ ഉണ്ട്, ഒരു 3 ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ആപ്ലിക്കേഷൻ കൂടി നമുക്ക് പഠിക്കണം. ഓക്കെ, സോ നമുക്ക് നോക്കാം. സോ ഇവിടെ ഫസ്റ്റ് വരുന്ന ടേമാണ് ഡയമെൻഷൻ. ഓക്കെ, ഡയമെൻഷൻ എന്താണെന്നറിയോ? നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ വീഡിയോ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിനെ പറ്റി പഠിച്ചായിരുന്നു അല്ലേ. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്താണെന്ന് ഓർക്കുന്നുണ്ടോ? അതായത് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്ന ക്വാണ്ടിറ്റീസ് ആണ് എന്ത്, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് അല്ലേ. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞ്, ലൈക്ക് ഏരിയ അല്ലെ വോളിയം അല്ലേ. ഏരിയ, വോളിയം, ഡെൻസിറ്റി, സ്പീഡ്, ഇതെല്ലാം എന്താണ്, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആണ് അല്ലേ. അവിടെ യൂസ് ചെയ്യുന്ന ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണ്? ഇപ്പോൾ ഏരിയ നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ലെന്ത് ആണ് അല്ലേ. അപ്പോൾ ലെന്തിൻ്റെ സ്ക്വയർ എടുത്താൽ എന്തായി, ഏരിയ ആയി. അപ്പോൾ ഏരിയ അവിടുത്തെ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആണ്, ലെന്ത് അവിടുത്തെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി അല്ലേ. അപ്പോൾ ഈ ലെന്തിനെ ഏരിയ ആക്കാൻ വേണ്ടി നമ്മളൊരു സ്ക്വയർ ചെയ്യുന്നില്ലേ, ആ പവറിനെ പറയുന്ന പേരാണ് ഡയമെൻഷൻ. ക്ലിയർ അല്ലേ? അതായത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി കിട്ടാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീൻ്റെ പുറത്ത് റേസ് ചെയ്യേണ്ട പവർ, അതിനെ പുറത്ത് പുട്ട് ചെയ്യേണ്ട പവർ, ആ പവറിനെ പറയുന്ന പേരാണ് എന്ത്, ഡയമെൻഷൻ. ക്ലിയർ അല്ലേ? ആ മുഴുവൻ ഫോർമുലയെ പറയുന്ന പേരാണ് ഡയമെൻഷണൽ ഫോർമുല. ആ മുഴുവൻ ഇക്വേഷനെ പറയുന്ന പേരാണ് ഡയമെൻഷണൽ ഇക്വേഷൻ. വലിയ കഥയൊന്നുമില്ല, ഒരു എക്സാമ്പിൾ എഴുതുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീൻ്റെ എക്സാമ്പിൾ പറഞ്ഞ ലൈക്ക് ഏരിയ തന്നെ എടുക്കാം. ഇപ്പോൾ ഏരിയ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി അല്ലേ. ഇത് ഡയമെൻഷണൽ ഫോർമുല ആക്കാനായിട്ട് അപ്പുറം എപ്പോഴും ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടാൽ മതി, കാരണം ഡയമെൻഷണൽ ഫോർമുല നമ്മൾ എപ്പോഴും സ്ക്വയർ ബ്രാക്കറ്റിലാണ് പുട്ട് ചെയ്യുന്നത്. സോ ഇത് ഡയമെൻഷണൽ ഫോർമുലയായി. ഇത് നമുക്കറിയാം, ഏരിയ കിട്ടാനായിട്ട് നമ്മൾ ലെന്തിൻ്റെ സ്ക്വയർ എടുത്താൽ മതി അല്ലേ. അപ്പോൾ L⁻²² എന്ന് വരും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ L⁻²² ഇതിനെ പറയുന്ന പേരാണ് ഡയമെൻഷൻ. ക്ലിയർ അല്ലേ? ഈ മുഴുവൻ ഫോർമുലയെ പറയുന്ന പേരാണ് എന്ത്, ഡയമെൻഷണൽ ഫോർമുല. ക്ലിയർ അല്ലേ? നമുക്കറിയാം ഏരിയ ലെന്തിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ L⁻² എന്ന് വരും. ഇത് കൂടാതെ വേറെ ഏതൊക്കെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്? 7 ഇല്ലേ, മാസ്, ലെന്ത്, ടൈം അല്ലേ, പിന്നെ കറൻറ്റ്, ടെമ്പറേച്ചർ, പിന്നെ മോള്, പിന്നെ കാൻഡില, അങ്ങനെ 7 ക്വാണ്ടിറ്റീസ് ഉണ്ട്. അപ്പോൾ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ എല്ലാ 7 ക്വാണ്ടിറ്റീസും വേണ്ടി വരത്തില്ലായിരിക്കും, ചില ക്വാണ്ടിറ്റീസ് മാത്രമേ വരത്തുള്ളൂ. സോ അതിൽ നമ്മൾ ആദ്യത്തെ 3 ക്വാണ്ടിറ്റീസ് ആണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്, കാരണം ഫിസിക്സിൽ ഓൾമോസ്റ്റ് മിക്ക ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൽ മാസ്, ലെന്ത്, ടൈം എന്തായാലും കാണും. കൂടുതൽ യൂസ് ചെയ്യുന്നത് മാസ്, ലെന്ത്, ടൈമാണ്. അപ്പോൾ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീൻ്റെ ഡയമെൻഷൻ എഴുതുമ്പോൾ, ഡയമെൻഷണൽ ഫോർമുല എഴുതുമ്പോൾ മാസ്, ലെന്ത്, ടൈം നമ്മൾ എന്തായാലും റെപ്രസെൻറ്റ് ചെയ്യണം. മറ്റ് 4 ക്വാണ്ടിറ്റീസ് അധികം നമ്മൾ യൂസ് ചെയ്യാത്തതുകൊണ്ട് അത് ഉണ്ടെങ്കിൽ മാത്രം എഴുതിയാൽ മതി, ഇല്ലെങ്കിൽ അത് എഴുതണമെന്നില്ല. ക്ലിയർ ആണല്ലോ? സോ ഇവിടെ നമുക്കറിയാം ഏരിയ എന്ന് പറയുമ്പോൾ ലെന്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ മാസിന് എഴുതിയിട്ട് അവസാനം മുകളിലൊരു 0 ഇട്ടാൽ മതി. M⁻0 ആണ്, കാരണം മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ M⁻0. സംതിങ്⁻0 എന്തുവാ? ചിലർ പറയും സാർ M⁻0 ആണെങ്കിൽ അത് മൊത്തം 0 ആയി പോകുമല്ലോ. സംതിങ്⁻0 0 അല്ല, സംതിങ്⁻0 1 ആണ് കേട്ടോ. A⁻0 = 1 ആണ്, A⁻0 0 അല്ല. അപ്പോൾ M⁻0 1 തന്നെയാണ്. 1 എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടല്ലോ. ഓക്കെ, അതുപോലെ ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ T⁻0 എന്ന് പുട്ട് ചെയ്യാം. അതിനെ മുഴുവനും സ്ക്വയർ ബ്രാക്കറ്റിൽ പുട്ട് ചെയ്യാം. അപ്പോൾ ഈ ഫുൾ ടേമിന് പറയുന്ന പേരാണ് എന്ത്, ഡയമെൻഷണൽ ഫോർമുല. കാര്യം മനസ്സിലായല്ലോ? അപ്പോൾ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി കിട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീൻ്റെ പവറാണ് ഡയമെൻഷൻ. ആ മുഴുവൻ ഫോർമുലയെ പറയുന്ന പേരാണ് എന്ത്, ഡയമെൻഷണൽ ഫോർമുല. 7 ക്വാണ്ടിറ്റീസ് ഉണ്ട്, 7 നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യണമെന്നില്ല. നമ്മൾ ആദ്യത്തെ 3 എങ്കിലും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്താൽ മതി, ബാക്കി 4 ഉണ്ടെങ്കിൽ മാത്രം റെപ്രസെൻറ്റ് ചെയ്യുക. ക്ലിയർ അല്ലേ? ശരിക്കും ഇത് വേണമെങ്കിൽ L² എഴുതിയാലും മതി, L² എഴുതിയാലും കറക്റ്റാണ്, തെറ്റൊന്നും അല്ല. പക്ഷേ സാധാരണ നമ്മൾ മാസ്, ലെന്ത്, ടൈം 3 ആണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ മുഴുവൻ ഇക്വേഷന് പറയുന്ന പേരാണ് എന്ത്, ഡയമെൻഷണൽ ഇക്വേഷൻ. ക്ലിയർ ആണല്ലോ? അപ്പോൾ പവർ എന്താണ്, ഡയമെൻഷന്. ഈ ഫോർമുലയാണ് ഡയമെൻഷണൽ ഫോർമുല. ആ ഇക്വേറ്റ് ചെയ്ത മുഴുവനും ഡെഫിനേഷനാണ് എന്ത്, ആ മുഴുവൻ ഇക്വേഷനാണ് എന്ത്, ഡയമെൻഷണൽ ഇക്വേഷൻ. ഓക്കെ, സോ അതാണ് എഴുതിയേക്കുന്നത്. ദ ഡയമെൻഷൻ ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആർ ദ പവർ ടു വിച്ച് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആർ റേസ്ഡ്
to represent that quantity. Clear അല്ലേ? പിന്നെ dimensional formula എന്താ? Expression which shows how and which of the base quantities represent the dimension of the physical quantity is called a dimensional formula. അതായത് dimension ഉൾപ്പെടെയുള്ള ഇക്വേഷനെ പറയുന്ന പേരാണ്, ആ ഫോർമുലയെ പറയുന്ന പേരാണ് dimensional formula. പിന്നെ equation obtained by equating quantity with its dimensional formula is called as dimensional equation. അപ്പോൾ ഏരിയൻ്റെ ഡയമെൻഷണൽ ഫോർമുല ഇക്വേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇക്വേഷൻ ആണ് എന്ത്? ഡയമെൻഷണൽ ഇക്വേഷൻ. ക്ലിയർ ആണല്ലോ? ഇത്രേ ഉള്ളൂ, വലിയ കഥയൊന്നുമില്ല. ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ചെയ്തേ, ഫൈൻഡ് ദ ഡയമെൻഷണൽ ഫോർമുല ഓഫ് ദ ഫോളോയിങ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഓക്കെ, കഴിഞ്ഞ വീഡിയോ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് യൂണിറ്റ്സ്, നമ്മൾ ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റീസിൻ്റെ യൂണിറ്റ്സ് നമ്മൾ കണ്ടുപിടിച്ചിരുന്നു. സോ ഇതിൽ നമുക്ക് ഡയമെൻഷൻ കണ്ടുപിടിച്ച് നോക്കാം. ഓക്കെ, ഇപ്പോൾ സെയിം ക്വാണ്ടിറ്റീസ് ഒക്കെ തന്നെയാണ്. സോ ഏരിയൻ്റെ ഡയമെൻഷൻ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചല്ലോ. m⁻⁴ l⁻², t⁻⁴ അല്ലേ? ഇതാണ് ഡയമെൻഷൻ. ഇത് വേണമെങ്കിൽ l² എഴുതിയാലും തെറ്റൊന്നും ഇല്ല. ഓക്കെ, വേണമെങ്കിൽ l² മാത്രം എഴുതിയാലും മതി. ഓക്കെ, അപ്പോൾ മാസ് m⁻⁴ t⁻⁴ ആണ്. കാരണം മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, അടുത്തത് വോളിയം. വോളിയം നമുക്കറിയാം, വോളിയത്തിൻ്റെ ഇക്വേഷൻ എന്താ? വോളിയത്തിൻ്റെ ഇക്വേഷൻ ലെങ്ത്തിൻ്റെ ക്യൂബാണ് അല്ലേ? മീറ്റർ ക്യൂബാണ് അതിൻ്റെ യൂണിറ്റ് നമ്മൾ പഠിച്ച. മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലല്ലോ, അപ്പോൾ m⁻⁴ എന്ന് വരും. ഓക്കെ, പിന്നെ ലെങ്ത്തിനെ 3 തവണ അല്ലേ? ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, അപ്പോൾ l⁻³ എന്ന് വരും. ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അപ്പോൾ t⁻⁴ എന്ന് വരും. അപ്പോൾ ഡയമെൻഷൻ ഓഫ് വോളിയം എന്താ? m⁻⁴, l⁻³ t⁻⁴. അതാണ് അതിൻ്റെ ഡയമെൻഷണൽ ഫോർമുല. ഓക്കെ, സ്പീഡിൻ്റെ ഡയമെൻഷൻ എന്ത് വരും? സ്പീഡിൻ്റെ യൂണിറ്റ് ഓർക്കുന്നുണ്ടോ? മീറ്റർ പെർ സെക്കൻഡ് അല്ലേ? നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടുപിടിച്ച അല്ലേ? ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്, അപ്പോൾ മീറ്റർ പെർ സെക്കൻഡ് അല്ലേ? ഇതിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു. അപ്പോൾ ഡയമെൻഷൻ എന്ത് വരും? ഡയമെൻഷൻ ഫോർമുല എന്ത് വരും? മുകളിൽ മീറ്റർ അല്ല, മാസ് ഇല്ലല്ലോ, മാസ് ഇല്ല സ്പീഡിൽ, അപ്പോൾ m⁻⁴ എന്ന് വരും. ക്ലിയർ അല്ലേ? പിന്നെ മീറ്റർ പെർ സെക്കൻഡ് ആണ്, മുകളിൽ മീറ്റർ ആണ്, അപ്പോൾ മീറ്റർ എന്ന് പറയുമ്പോൾ ലെന്ത്, അപ്പോൾ l⁻⁴ എന്ന് വരും. ക്ലിയർ അല്ലേ? പിന്നെ സെക്കൻഡ് താഴെ ഡിനോമിനേറ്ററിലാണ്, ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലേ? അപ്പോൾ t⁻⁻1 എന്ന് വരും. ക്ലിയർ അല്ലേ? ഇത് വേണമെങ്കിൽ ഇതിന് ഇങ്ങനെ എഴുതാമല്ലോ. ഇത് മീറ്റർ പെർ സെക്കൻഡിന് വേണമെങ്കിൽ മീറ്റർ (സെക്കൻഡ്⁻⁻1) എഴുതാമല്ലോ. അപ്പോൾ മീറ്ററിന് പകരം l⁻1 എന്ന് വരും, (സെക്കൻഡ്⁻⁻1) പകരം t⁻⁻1 എന്ന് വരും. കിലോഗ്രാം ഇല്ലാത്തതുകൊണ്ട് m⁻⁴. ക്ലിയർ അല്ലേ? അടുത്തത് ആക്സലറേഷൻ. ആക്സലറേഷൻ യൂണിറ്റ് എന്താ? മീറ്റർ പെർ സെക്കൻഡ്² അല്ലേ? അപ്പോൾ ഡയമെൻഷൻ എന്ത് വരും? മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അപ്പോൾ m⁻⁴, പിന്നെ l⁻1 എന്ന് വരും അല്ലേ? മീറ്റർ ഉണ്ട്, അപ്പോൾ l⁻1. താഴെ ഡിനോമിനേറ്ററിൽ (സെക്കൻഡ്² ആണ് അല്ലേ? അപ്പോൾ t⁻⁻2 എന്ന് വരും. താഴെയാണ് t, അപ്പോൾ -2 എന്ന് വരും പവർ. അപ്പോൾ ഡയമെൻഷൻ എന്താ? m⁻⁴, l⁻1, t⁻⁻1. വേണമെങ്കിൽ നമുക്കിതിനെ l⁻⁻2 എഴുതിയാലും കറക്റ്റാണ്. ഓക്കെ, മാസ് ഇല്ലാത്തതുകൊണ്ട് എഴുതിയില്ലെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, അടുത്തത് മൊമെൻറ്റം. മൊമെൻറ്റത്തിൻ്റെ യൂണിറ്റ് ഓർക്കുന്നുണ്ട്? അതിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? മാസ് ഇൻറ്റു വെലോസിറ്റി അല്ലേ? അതിൻ്റെ യൂണിറ്റ് കണ്ടുപിടിച്ചാൽ നമ്മൾ കിലോഗ്രാം മീറ്റർ (സെക്കൻഡ്⁻⁻1) അല്ലേ? അപ്പോൾ ഡയമെൻഷൻ എന്ത് വരും? ഡയമെൻഷൻ ഫോർമുല വിൽ ബി, കിലോഗ്രാം ഉള്ളതുകൊണ്ട് m⁻1 എന്ന് വരും, മീറ്റർ ആയതുകൊണ്ട് l⁻1, പിന്നെ (സെക്കൻഡ്⁻⁻1) അപ്പോൾ t⁻⁻1 എന്ന് വരും. അപ്പോൾ ഡയമെൻഷൻ ഫോർമുല ഓഫ് മൊമെൻറ്റം ഈസ് m⁻1, l⁻1, t⁻⁻1. ഫോഴ്സിൻ്റെ യൂണിറ്റ് പറഞ്ഞ്. ഫോഴ്സിൻ്റെ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ (സെക്കൻഡ്⁻⁻2) ഓൾസോ നോൺ ആസ്, കഴിഞ്ഞ വീഡിയോ പറഞ്ഞു അല്ലേ? ന്യൂട്ടൺ അല്ലേ? ന്യൂട്ടൺ ഇതിൻ്റെ ഷോർട്ട് ഫോം ആണ്. കിലോഗ്രാം മീറ്റർ (സെക്കൻഡ്⁻⁻2) നമ്മൾ ഒന്നിച്ച് പറയും ന്യൂട്ടൺ അല്ലേ? അപ്പോൾ കിലോഗ്രാം മീറ്റർ (സെക്കൻഡ്⁻⁻2). അപ്പോൾ ഡയമെൻഷൻ എന്ത് വരും? ഫോഴ്സിൻ്റെ ഡയമെൻഷൻ വിൽ ബി, കിലോഗ്രാം ഉള്ളതുകൊണ്ട് m⁻1, പിന്നെ മീറ്റർ l⁻1 എന്ന് വരും. l⁻1 ആണ്, m⁻1 ആണ്, 1 എഴുതിയില്ലെങ്കിൽ കുഴപ്പമില്ലല്ലോ. പിന്നെ s⁻², (സെക്കൻഡ്⁻⁻2), അപ്പോൾ t⁻⁻². അപ്പോൾ ഡയമെൻഷൻ ഓഫ് ഫോഴ്സസ് m⁻1, l⁻1, t⁻⁻2. ഇമ്പൾസിൻ്റെ ഇക്വേഷൻ ഓർക്കുന്നുണ്ട്? ഇമ്പൾസിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചില്ലെന്ന് തോന്നുന്നു. ഇമ്പൾസിൻ്റെ ഇക്വേഷന് ഫോഴ്സ് ഇൻറ്റു ടൈം ആണ് അല്ലെ? ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പറയും. ഫോഴ്സ് ഇൻറ്റു ടൈം ആണ്. ഫോഴ്സിനെ ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഫോഴ്സിൻ്റെ ഡയമെൻഷൻ നമുക്ക് അറിയാമല്ലോ, ഇതാണ് ഫോഴ്സിൻ്റെ ഡയമെൻഷൻ. അതിനെ ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ എന്തെന്ന് വരും? അപ്പോൾ m⁻1, l⁻1, t⁻⁻2. ഇത് ഫോഴ്സിൻ്റെ ഡയമെൻഷനായി. ഇതിനെ ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ടൈമിൻ്റെ ഡയമെൻഷൻ t ആണ് നമുക്കറിയാം അല്ലേ? അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു m⁻1, l⁻1, t⁻⁻1 എന്ന് വരും. ഓക്കെ, മൊമെൻറ്റത്തിൻ്റെ സെയിം ഇക്വേഷൻ ആണ് കേട്ടോ. മൊമെൻറ്റവും ഇമ്പൾസിൻ്റെ സെയിം
ഡയമെൻഷൻ ആണ്. ബിക്കോസ് ഇമ്പൾസ് ചേഞ്ച് ഇൻ മൊമെൻറ്റം ആണ്. നമ്മൾ ലോസ് ഓഫ് മോഷൻ ചാപ്റ്ററിൽ പഠിക്കും, 5th ചാപ്റ്ററിൽ നമ്മൾ പഠിക്കും. ഓക്കെ, അടുത്തത് കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജീൻ്റെ യൂണിറ്റ് ഓർക്കുന്നുണ്ടോ? ½ mv² അല്ലേ? അപ്പോൾ കിലോഗ്രാം മീറ്റർ സ്ക്വയർ സെക്കൻഡ് റേസ് ടു -2 അല്ലേ? ഇത് നമ്മൾ ഒന്നിച്ച് നമ്മൾ ജൂൾ എന്ന് പറയും അല്ലേ? നമ്മൾ കഴിഞ്ഞ വീഡിയോ ജൂളൊക്കെ എനർജിയിലേക്ക് കൺവേർട്ട് ചെയ്തതാണ്. അപ്പോൾ കിലോഗ്രാം മീറ്റർ സ്ക്വയർ സെക്കൻഡ് റേസ് ടു -2. ഡയമെൻഷൻ വരുമ്പോൾ m⁻⁴, l⁻², t⁻². ഓക്കെ, ഇനി മൊമെൻറ്റ് ഓഫ് ഫോഴ്സ്. മൊമെൻറ്റ് ഓഫ് ഫോഴ്സ് നമ്മൾ റൊട്ടേഷൻ മോഷൻ ചാപ്റ്ററിൽ പഠിക്കും. തൽക്കാലം എന്ന് ഓർക്കുക, മൊമെൻറ്റ് ഓഫ് ഫോഴ്സ് എന്ന് വെച്ചാൽ ഫോഴ്സ് ഇൻറ്റു ലെന്ത് ആണ്. ഫോഴ്സിനെ ലെന്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൊമെൻറ്റ് ഓഫ് ഫോഴ്സ്, അതിന് ടോർക്ക് എന്നൊക്കെ പറയും. ഓക്കെ, നമ്മൾ റൊട്ടേഷൻ മോഷൻ ചാപ്റ്ററിലാണ് പഠിക്കുന്നത്. തൽക്കാലം ഇക്വേഷൻ ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ഫോഴ്സിൻ്റെ ഡയമെൻഷൻ നമുക്കറിയാലോ, അതിന് ലെന്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മൊമെൻറ്റ് ഓഫ് ഫോഴ്സ് ആയി. അപ്പോൾ ഫോഴ്സിൻ്റെ ഡയമെൻഷൻ ഓർക്കുന്നുണ്ടോ? m⁻⁴ ഇത് ഫോഴ്സിൻ്റെ ഡയമെൻഷൻ. ഇതിനെ ലെന്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ml² t⁻² എന്ന് വരും. ദിസ് ഇസ് ദ ഡയമെൻഷൻ ഓഫ് മൊമെൻറ്റ് ഓഫ് ഫോഴ്സ്. ഓക്കെ, അത് തന്നെയാണ് ഇവിടെ സ്ക്വയർ ബ്രാക്കറ്റ് ഉണ്ട്. സെയിം ഡയമെൻഷനാണ് രണ്ടിടത്തും വന്നത്. അടുത്തത് പവർ. പവറിൻ്റെ ഇക്വേഷൻ എന്താ? എനർജി ബൈ ടൈം അല്ലേ? വാട്ട് എന്നൊക്കെ പറയുന്നതിന് യൂണിറ്റ് എനർജി ബൈ ടൈം, ജൂൾ പെർ സെക്കൻഡ് ആണ്. സോ അതിൻ്റെ ഡയമെൻഷൻ എന്തായിരുന്നു? എനർജീൻ്റെ ഡയമെൻഷൻ നമുക്കറിയാം, കൈനറ്റിക് എനർജിയുടെ ഡയമെൻഷൻ കിട്ടിയിട്ടുണ്ട്. അത് ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ml² t⁻², ഇത് എനർജീൻ്റെ ഡയമെൻഷൻ അല്ലേ? ജൂള് അല്ലേ? അതിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ടൈമിൻ്റെ ഡയമെൻഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇത് വരും, ദാറ്റ് ഈസ് ml² t⁻³ ദാറ്റ് ഇസ് ദ ഡയമെൻഷൻ ഓഫ് പവർ. അപ്പോൾ കാര്യം മനസ്സിലായല്ലോ, ഇതൊക്കെയാണ് ഡയമെൻഷൻ. അപ്പോൾ ഡയമെൻഷൻ എന്ന് വെച്ചാൽ പവർ, ആ മുഴുവൻ ഫോർമുല ഡയമെൻഷൻ ഫോർമുല, ആ മുഴുവൻ ഇക്വേഷനാണ് ഡയമെൻഷണൽ ഇക്വേഷൻ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയേ, ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. നീറ്റ് 2004 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, പഴയ ക്വസ്റ്റ്യൻ ആണ്. യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റിൻ്റെ ഡയമെൻഷനാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ദ ഡയമെൻഷൻ ഓഫ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് ആർ. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റിൻ്റെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവില്ല, ഗ്രാവിറ്റേഷൻ ചാപ്റ്ററിലാണ് നമ്മൾ പഠിക്കുന്നത്. തൽക്കാലം ഇക്വേഷൻ ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. ഓക്കെ, സോ ഇക്വേഷൻ ഇതാണ്. F is equal to G into m1 m2 by r². ഓക്കെ, ഇതാണ് ഗ്രാവിറ്റേഷനിൽ നമ്മൾ പഠിക്കുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ. ഓക്കെ, പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ കുഴപ്പമില്ല, പഠിക്കാത്തതാണെങ്കിൽ നമ്മൾ ഗ്രാവിറ്റേഷനിൽ പഠിക്കും. അപ്പോൾ അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, കാരണം ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഈ ചാപ്റ്ററിൽ നമ്മൾ കുറേ കോൺസെപ്റ്റ് പഠിക്കും, അത് മറ്റ് ചാപ്റ്റേഴ്സിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് മറ്റ് ചാപ്റ്റേഴ്സ് എല്ലാം പഠിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ മുഴുവൻ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം പഠിക്കുന്നത് ഇവിടെ ആണെങ്കിൽ അപ്ലൈ ചെയ്യുന്നത് വേറെ ചാപ്റ്റേഴ്സിലാണ്. ഓക്കെ, സോ ഡയമെൻഷനിൽ ഈ F എന്താണ്? F ഫോഴ്സ് ആണ്. G ആണ് നമ്മുടെ യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്. ഓക്കെ, ഇതിൻ്റെ ഡയമെൻഷനാണ് വേണ്ടത്. m1 m2 മാസ് ആണ്, r ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പം കണ്ടുപിടിച്ച് ജീൻ്റെ ഡയമെൻഷൻ അല്ലേ വേണ്ടേ? അപ്പോൾ ജീൻ്റെ ഡയമെൻഷൻ വിൽ ബി f⁻² ഡിവൈഡഡ് ബൈ m1 m2 എന്ന് പറയുമ്പോൾ മാസ് തന്നെയല്ലേ, രണ്ടും മാസ്സാണ് അല്ലേ? അപ്പം മാസിൻ്റെ സ്ക്വയർ ആയിട്ട് എടുക്കാമല്ലോ. ഇതിൻ്റെ ഡയമെൻഷൻ കണ്ടുപിടിച്ചാൽ പോരെ? ജീൻ്റെ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ r² അപ്പുറത്ത് പോകും. അപ്പോൾ r² താഴെ m1 × m2 എന്ന് വരും. m1 × m2 m² ആയിട്ട് എഴുതിയാലേ മതി, രണ്ടും മാസ് ആയതുകൊണ്ട്. ഓക്കെ, ഇനി സോൾവ് ചെയ്യാം. ഫോഴ്സിൻ്റെ ഡയമെൻഷൻ നമുക്കറിയാം, അപ്പോൾ എഴുതിയതേ ഉള്ളൂ. ml⁻² അല്ലേ, ഇൻറ്റു r² എന്ന് പറയുമ്പോൾ r ഡിസ്റ്റൻസ് ആണ്, ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ലെന്ത് തന്നെ. അപ്പോൾ ലെന്തിൻ്റെ സ്ക്വയർ ആയിട്ട് വരും. ഓക്കെ, ഡിവൈഡ് ബൈ താഴെ മാസിൻ്റെ സ്ക്വയർ, മീറ്റർ സ്ക്വയർ അല്ല, മാസിൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ മാസിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ kgൻ്റെ സ്ക്വയർ അല്ലേ, kgൻ്റെ സ്ക്വയർ ആണ്. ഓക്കെ, kg എന്ന് പറയുമ്പോൾ മാസ് തന്നെ അല്ലേ, അപ്പോൾ മാസ് അതിൻ്റെ സ്ക്വയർ എന്ന് വരും. ഇത് സോൾവ് ചെയ്തത് മുകളിലൊരു മാസ് ഉണ്ട്, താഴെ ഒരു മാസിൻ്റെ സ്ക്വയർ ഉണ്ട് അല്ലേ, അപ്പോൾ ഇത് ക്യാൻസൽ ആയി പോകുമല്ലോ, ഒന്ന് ക്യാൻസൽ ആയി പോകും. പിന്നെ ഇവിടെ l² ഉണ്ട്, പിന്നെ l ഉണ്ട് അല്ലേ, അപ്പോൾ മൊത്തം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ l³ വരും അല്ലേ. അപ്പോൾ l³ t⁻² ഡിവൈഡ് ബൈ താഴെ ഒരു മിച്ചം ഒരു m വരും അല്ലേ.
മുകളിലൊരു മാസ് ഉണ്ട്, താഴെ ഒരു മാസിൻ്റെ സ്ക്വയർ ഉണ്ട്. അപ്പോൾ ക്യാൻസൽ ചെയ്യുമ്പോൾ താഴെ ഒരു എം കിടക്കും അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പം മാസിന് മുകളിൽ കൊണ്ടുപോകുമ്പോൾ m⁻⁻1 എന്ന് വരും, L ക്യൂബ് T⁻². ഇതാണ് ഡയമെൻഷൻ ഫോർമുല ഓഫ് ജി. ഓപ്ഷൻ ഏതാണെന്ന് നോക്കിയേ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ എന്ന് വരും m⁻⁻1 L⁻3 T⁻². ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. നീറ്റിൻ്റെ റീസെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, നീറ്റ് 2021 ക്വസ്റ്റ്യൻ. ഓക്കെ, ഇഫ് E and G respectively denotes energy and gravitational constant, then E/G has the dimension of. Okay, E എനർജി ആണെന്ന് പറഞ്ഞു, G ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ E/Gൻ്റെ ഡയമെൻഷൻ എന്തായിരിക്കും? E എന്ന് പറയുമ്പോൾ എനർജി അല്ലേ, എനർജിയുടെ ഡയമെൻഷൻ നമ്മളിപ്പോൾ ഓൾറെഡി പഠിച്ചതേ ഉള്ളൂ അല്ലേ. എന്തായിരുന്നു? ദാറ്റ് ഈസ് mL² T⁻² അല്ലേ. ഇത് കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പല ചാപ്റ്റേഴ്സിൽ പിന്നെയും ഇതിൻ്റെ ഇക്വേഷൻ പഠിക്കുമ്പോൾ നമുക്ക് തന്നെ ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. ക്ലിയർ അല്ലേ? എനർജീൻ്റെ ഡയമെൻഷൻ mL² T⁻² അത് കാണാതെ പഠിക്കാൻ നിൽക്കണ്ട. നമ്മൾ എനർജീൻ്റെ കുറേ ഇക്വേഷൻ പഠിക്കുമല്ലോ, അത് വെച്ച് കണ്ടുപിടിക്കാൻ നമുക്കറിയാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടുപിടിക്കാൻ പഠിച്ചാണ്. ഇക്വേഷൻ നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതൊരു ക്വാണ്ടിറ്റീൻ്റെയും ഡയമെൻഷനും യൂണിറ്റ് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ കാണുന്ന പഠിക്കാൻ നിൽക്കണ്ട. ഓക്കെ, എനർജീൻ്റെ ഡയമെൻഷൻ നമ്മൾ കുറേ തവണ കണ്ടുപിടിക്കുമ്പോൾ തന്നെ പഠിച്ചു പോകും, mL² T⁻². ഓക്കെ, അല്ലാതെ ബൈ ഹാർട്ട് ചെയ്യാൻ നിൽക്കണ്ട. ഇനി ജീൻ്റെ ഡയമെൻഷൻ ഇപ്പോൾ കിട്ടിയതേ ഉള്ളൂ. എന്തായിരുന്നു? m⁻⁻1 L³ T⁻² അല്ലേ. അപ്പോൾ m⁻⁻1 L³ T⁻² അല്ലേ. അപ്പോൾ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റിൻ്റെ ഡയമെൻഷൻ ബൈ ഹാർട്ട് ചെയ്യേണ്ട. ഇക്വേഷൻ നമുക്ക് ഗ്രാവിറ്റേഷൻ നമ്മൾ ഇക്വേഷൻ പഠിക്കും. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ ആ ഇക്വേഷൻ വെച്ച് ഡിറൈവ് ചെയ്തെടുത്താൽ മതി, അല്ലാതെ അത് കാണാതെ പഠിക്കാൻ നിൽക്കണ്ട. ഓക്കെ, അപ്പോൾ E/G, ഈൻ്റെ ഡയമെൻഷൻ നമുക്കറിയാം, ജീൻ്റെ ഡയമെൻഷൻ നമുക്കറിയാം. അപ്പോൾ ഡിവൈഡ് ചെയ്താൽ E/Gൻ്റെ ഡയമെൻഷൻ ആയല്ലോ. അപ്പോൾ സോൾവ് ചെയ്തേ. ഇത് T⁻⁻1ഉം T⁻⁻2ഉം T⁻² ക്യാൻസൽ ആയിപ്പോയി. പിന്നെ മുകളിലൊരു L² ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു ക്യൂബ് അങ്ങ് പോകും അല്ലേ, താഴെ മിച്ചൊരു L കിടക്കും. പിന്നെ മുകളിൽ m⁻1ഉം താഴെ m⁻⁻1 ആണ്. അപ്പോൾ m⁻⁻1 മുകളിൽ പോകുമ്പോൾ m² ആവും. ശരിയല്ലേ? മുകളിൽ m, താഴെ m⁻⁻1, m⁻⁻1 മുകളിൽ പോകുമ്പോൾ m² എന്ന് വരും. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു m² താഴെ ഒരു L അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു m² എന്ന് വരും. L മുകളിൽ കൊണ്ടുപോകുമ്പോൾ L⁻⁻1 എന്ന് വരും. പിന്നെ T ഇല്ലല്ലോ, അപ്പോൾ T ഇല്ലാത്തതുകൊണ്ട് T⁻0 എന്ന് എഴുതാം. അപ്പോൾ ദിസ് ഇസ് ദ ഡയമെൻഷൻ ഓഫ് E/G. ഓക്കെ, ഓപ്ഷൻ ഏതാന്ന് നോക്കിയേ. ഓപ്ഷൻ ഏത് വരും? ഓപ്ഷൻ ബി ഈസ് ദി ആൻസർ അല്ലേ. m⁻², L⁻⁻1, T⁻0. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഈസി ടോപ്പിക്കാണ്. ജസ്റ്റ് നമുക്ക് ഇക്വേഷൻ അറിയാമെങ്കിൽ ഡിറൈവ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, അടുത്താണ് ആപ്ലിക്കേഷൻ ഓഫ് ഡയമെൻഷൻ അനാലിസിസ്. അതായത് നമ്മൾ ഈ ഡയമെൻഷൻസ് ഒക്കെ പഠിച്ചില്ലേ, അതിലൊരു 3 ആപ്ലിക്കേഷൻസ് ഉണ്ട്. സോ ആപ്ലിക്കേഷൻ നമുക്ക് നോക്കാം. കൂടുതലും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഈ ആപ്ലിക്കേഷൻസിൽ നിന്നായിരിക്കും. ഓക്കെ, സോ ഫസ്റ്റ് ആപ്ലിക്കേഷൻ ഇസ് ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് എൻ ഇക്വേഷൻ. സോ ഫസ്റ്റ് വൺ, ടു ചെക്ക് ദി കറക്റ്റ്നെസ് ഓഫ് എൻ ഇക്വേഷൻ. അതായത് ഫിസിക്സിലൊരു ഇക്വേഷൻ കറക്റ്റ് ആണോ അല്ലയോ നമുക്ക് ഈ ഡയമെൻഷൻ വെച്ചിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും യൂസിങ് എ പ്രിൻസിപ്പിൾ കോൾഡ് ആസ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. ഇമ്പോർട്ടൻ്റ് ആണ്, പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. ഓക്കെ, അപ്പോൾ ഒരു ഇക്വേഷൻ കറക്റ്റ് ആണോ അല്ലെന്ന് ചെക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിളിൻ്റെ പേര് എന്താ? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. എന്താണ് ഈ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി? അതിൻ്റെ പേര് തന്നെ ഉണ്ട് അല്ലേ, ഹോമോജിനിറ്റി. ഹോമോ മീൻസ് സെയിം അല്ലേ, ഹോമോസാപ്പിയൻസ്, ഹോമോജീനസ്, ഹോമോലോഗസ് ഓർഗൻസ്. അപ്പോൾ ഹോമോ മീൻസ് സെയിം ആണ്. അപ്പോൾ പ്രിൻസിപ്പൽ ഓഫ് ഹോമോജിനിറ്റി ഇത്രേ പറയുന്നുള്ളൂ. ഡിഫറെൻറ്റ് ടേംസ് നമ്മൾ ആഡ് ചെയ്യോ സബ്ട്രാക്ട് ചെയ്യോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ സെയിം ടേംസ് ആയിരിക്കണം. അതായത് നമുക്ക് സിമിലർ ടേംസ് മാത്രമേ ആഡ് ചെയ്യാനോ സബ്ട്രാക്ട് ചെയ്യാനോ പറ്റത്തുള്ളൂ. മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷന് പ്രശ്നമില്ല, പക്ഷേ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദേ ഷുഡ് ബി സിമിലർ. ഫോർ എക്സാമ്പിൾ ലൈക്ക് ഇപ്പം 2 apples പ്ലസ് 2 apples ഇത് ആഡ് ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ നമുക്കറിയാം 2 apple പ്ലസ് 2 apples ഈക്വൽ ടു 4 apple ആണ്.
അല്ലേ? കാരണം രണ്ടും എന്താണ്, ആപ്പിൾ അല്ലേ, രണ്ട് ടേംസും ആപ്പിൾ ആണ്. 2 apples + 2 apples എന്ന് പറയുമ്പോൾ രണ്ടും ആപ്പിളിൻ്റെ ടേംസ് തന്നെയാണ്. അപ്പോൾ ആഡ് ചെയ്തപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടി 4 apple. സബ്ട്രാക്ഷൻ ആണെങ്കിലും പ്രശ്നമില്ലല്ലോ. സബ്ട്രാക്ഷൻ ആണെങ്കിൽ നമുക്കറിയാം 2 apple - 2 apple = 0 apple എന്ന് കിട്ടും. അപ്പോൾ ആഡ് ചെയ്യുന്നതിന് സബ്ട്രാക്ഷൻ ചെയ്യുന്നതിന് പ്രശ്നമില്ല, കാരണം രണ്ടും ആപ്പിളിൻ്റെ ടേംസ് ആണ്, സിമിലർ ടേംസ് ആണ്. അതുപോലെ ഇപ്പം വേറൊരു ഇക്വേഷൻ ഒന്ന് വിചാരിക്കും, ലൈക്ക് 4 mangoes + 4 mangoes. ഇത് എത്ര ആയിരിക്കും? അപ്പോൾ രണ്ടും മാംഗോ തന്നെയാണ്. 4 mango ടേം, 4 mango അടുത്തൊരു ടേം, രണ്ടും മാംഗോൻ്റെ ടേം തന്നെയാണ്. അപ്പോൾ ആഡ് ചെയ്യുന്നതിന് പ്രശ്നമില്ല. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 8 mangoes എന്ന് കിട്ടും, സംശയമില്ല. പക്ഷെ ഇങ്ങനെയാണെങ്കിലോ 2 apple + 4 mangoes, ഇത് ആഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയും. ആപ്പിൾ മാംഗോ കൂടി ആഡ് ചെയ്യാൻ പറ്റുമോ? മാംഗോ + മാംഗോ = 8 mangoes. അതുപോലെ 2 apple + 4 mango = നമുക്ക് 6 apple എന്ന് എഴുതാൻ പറ്റുമോ? ഇത് ആഡ് ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെ എഴുതാൻ പറ്റുമോ? ഇല്ലല്ലോ. നമുക്ക് 6 mango എന്ന് എഴുതാൻ പറ്റുമോ? അങ്ങനെ എഴുതാൻ പറ്റില്ല. ശരിക്കും ഇത് ആഡ് ചെയ്യാൻ പറ്റുമോ? ആഡ് ചെയ്യാൻ പറ്റില്ല അല്ലേ? കാരണം രണ്ട് ഡിഫറെൻറ്റ് ടേംസ് ആണ്, ഒന്ന് ആപ്പിളും മറ്റേത് മാംഗോയും ആണ്. അപ്പോൾ ഡിഫറെൻറ്റ് ടേംസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ സബ്ട്രാക്ട് ചെയ്യുന്നതും സെയിം തന്നെയാണ്, നമുക്കിത് സബ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല അല്ലേ? 2 mango - 4 mango എന്ന് പറയുമ്പോൾ അതിൻ്റെ ആൻസർ ഇല്ല. അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്, അതാണ് പ്രിൻസിപ്പൽ ഓഫ് ഹോമോജിനിറ്റി എന്ന് പറയുന്നത്. രണ്ട് ടേംസ് നമ്മൾ ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമ്മൾ ആഡോ സബ്ട്രാക്റ്റോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ദാറ്റ് 2 terms ഷുഡ് ബി സിമിലർ ടു ഈച്ച് അതർ. ആ സിമിലർ കൊണ്ട് ഉദ്ദേശിക്കുന്ന ഡയമെൻഷനാണ് ഉദ്ദേശിക്കുന്നത്. രണ്ട് ടേംസിൻ്റെ ഡയമെൻഷൻസ് സെയിം ആണെങ്കിൽ മാത്രമേ നമുക്കത് ആഡ് ചെയ്യാനോ സബ്ട്രാക്ട് ചെയ്യാനോ പറ്റത്തുള്ളൂ. ക്ലിയർ ആണല്ലോ? മൾട്ടിപ്ലിക്കേഷനിൽ പ്രശ്നമില്ല, മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനിൽ ഡിഫറെൻറ്റ് ടേംസ് ആണെങ്കിലും പ്രശ്നമില്ല. കാരണം നമുക്കിപ്പം 2 apple × 4 mango ഇത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ക്ലിയർ അല്ലേ? എത്ര എന്ന് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 8 apple mango എന്ന് വരും. സംശയമുണ്ടോ? ഇത് വേണേൽ ഇങ്ങനെ നോക്കിയാൽ മതി. x + x = 2x അല്ലേ? ഇല്ലേ? y + y = 2y ആണ്. പക്ഷേ x + yക്ക് എന്തെങ്കിലും ആൻസർ ഉണ്ടോ? x + y നമുക്ക് 2x ആയിട്ട് എഴുതാൻ പറ്റില്ല, 2y ആയിട്ട് എഴുതാൻ പറ്റില്ല. x + y x + y ആയിട്ട് തന്നെ കിടക്കും. x + y നമുക്ക് ആഡ് ചെയ്ത് 2x എന്നോ 2y എന്ന് എഴുതാൻ പറ്റില്ല. x + y അങ്ങനെ തന്നെ കിടക്കും, ആഡ് ചെയ്യാൻ സബ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം പ്രിൻസിപ്പൽ ഓഫ് ഹോമോജിനിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഡിഫറെൻറ്റ് ടേംസ് ആണ്, ഒന്ന് x മറ്റേത് y ആണ്. പക്ഷേ x × y നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം, ദാറ്റ് ഈസ് ഈക്വൽ ടു xy ആണ്. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനിൽ പ്രശ്നമില്ല. പക്ഷേ അക്കോർഡിംഗ് ടു പ്രിൻസിപ്പൽ ഓഫ് ഹോമോജിനിറ്റി രണ്ട് ടേംസ് അഡീഷനോ സബ്ട്രാക്റ്റോ ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ട് ടേംസ് ഷുഡ് ബി ഹാവ് സെയിം ഡയമെൻഷൻസ്. ക്ലിയർ അല്ലേ? ഇതിനൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ ഒരു ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക, ലൈക്ക് v = u + at. ഇതൊരു ഇക്വേഷനാണ്, നമ്മൾ 1 dimension മോഷൻ നെക്സ്റ്റ് ചാപ്റ്ററിൽ പഠിക്കും. ഇപ്പോൾ പഠിക്കാത്തവരാണെങ്കിൽ തൽക്കാലം ഓർക്കുക, v = u + at എന്ന് പറയുന്ന ഇക്വേഷനാണ്. ഓക്കെ, അതിൽ v is the final velocity, u is the initial velocity, a is the acceleration, t is the time. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇത് ചെക്ക് ചെയ്യണം, ഇത് കറക്റ്റ് ആണല്ലോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? പ്രിൻസിപ്പൽ ഓഫ് ഹോമോജിനിറ്റി അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നോക്കുമ്പോൾ ഇവിടെ 3 ടേംസ് ഉണ്ട് അല്ലേ? ഒന്ന് u ഒരു ടേം ഉണ്ട്, പിന്നെ at ഒരു ടേം ഉണ്ട്, പിന്നെ v ടേം ഉണ്ട്. 3 ടേംസ് ഉണ്ട്. അപ്പോൾ 3 ടേംസ് അങ്ങോട്ടും ഇങ്ങോട്ടും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി സിമിലർ ഡയമെൻഷൻ, ഷുഡ് ബി സെയിം ആയിരിക്കും അല്ലേ? സെയിം ഡയമെൻഷൻ ആയിരിക്കും. അപ്പോൾ യുയും 80 കൂടി, 80 എന്ന് പറയുമ്പോൾ 80 മുഴുവൻ ഒരു ടേം ആണ്. ആ 80ൻ്റെ ഡയമെൻഷനും യുവിൻ്റെ ഡയമെൻഷനും സിമിലർ ആണെങ്കിൽ മാത്രമേ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ക്ലിയർ അല്ലേ? ഇനി സെയിം ഡയമെൻഷൻസ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫൈനൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ എന്ത് തന്നെ ആയിരിക്കും? സെയിം തന്നെ ആയിരിക്കും അല്ലേ? ആപ്പിളിനെ ആപ്പിൾ കൊണ്ട് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ക്വാണ്ടിറ്റി ആപ്പിൾ തന്നെ അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഡയമെൻഷനും കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഡയമെൻഷനും എന്ത് തന്നെ ആയിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ ചെക്ക് ചെയ്യാം. ഫൈനൽ വെലോസിറ്റിയുടെ ഡയമെൻഷൻ നമുക്കറിയാം, Lt⁻⁻1 ആണ്. ശരിയല്ലേ? നമ്മൾ നേരത്തെ എഴുതിയതാണ്. വെലോസിറ്റി അല്ലെ സ്പീഡിൻ്റെ ഡയമെൻഷൻ Lt⁻⁻1 ആണ്. യുവിൻ്റെ ഡയമെൻഷൻ എന്തുവാ? യുവും വെലോസിറ്റി തന്നെയാണ്, ഇനീഷ്യൽ വെലോസിറ്റിയാണ്. അപ്പോൾ അതും Lt⁻⁻1 തന്നെ വരും. ശരിയല്ലേ? പ്ലസ് ആക്സലറേഷൻ്റെ ഡയമെൻഷൻ എന്താണെന്ന് ഓർക്കുന്നുണ്ടോ? ആക്സലറേഷൻ ഡയമെൻഷൻ Lt⁻2 ആയിരുന്നു അല്ലേ? a × t ആണ്. അപ്പോൾ ഒരു ടൈം കൂടി ഉണ്ട് കൂടെ. അപ്പോൾ ടൈം കൂടി, ആക്സലറേഷൻ × ടൈം ആണ്. ഇത് മുഴുവൻ ഒരു ടേമാണ് കേട്ടോ, ഇത് മുഴുവൻ ഒരു ടേമാണ്. അപ്പോൾ ഇക്വേറ്റ് ചെയ്ത് നോക്കിയാൽ സിമിലർ ആണോ നോക്കിയേ. അപ്പോൾ നോക്കുമ്പോൾ Lt⁻⁻1, ഇവിടെയും Lt⁻⁻1. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ Lt⁻2 × t, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതും Lt⁻1 എന്ന് വരത്തില്ലേ? പ്ലസ് Lt⁻1 തന്നെ വരും.
അപ്പോൾ നോക്കിയാൽ സിമിലർ ടേം ആണെന്ന് നോക്കിയേ ഇതിൻ്റെ ഡയമെൻഷനും കിട്ടുന്ന ഫൈനൽ ക്വാണ്ടിറ്റി ഡയമെൻഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും സെയിം ആണ്. അതിൻ്റെ അർത്ഥം ദിസ് ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി കറക്റ്റ്. ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ അതാണ് എന്ത് പ്രിൻസിപ്പൽ ഓഫ് ഹോമോജനിറ്റി. സോ ദിസ് ഇക്വേഷൻ ഈസ് dimensionally correct. ഓക്കെ, വേണം ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നോക്കാം. ദി ഇക്വേഷൻ ഒന്ന് ചെക്ക് ചെയ്തേ. S is equal to ut plus half at square. ഇതും അടുത്തൊരു ഇക്വേഷൻ ആണ്, നമ്മൾ അടുത്ത ചാപ്റ്ററിൽ പഠിക്കും. അപ്പോൾ ഇത് കറക്റ്റ് ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്തേ. പ്രിൻസിപ്പൽ ഓഫ് ഹോമോജനിറ്റി യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നോക്കി എത്ര ടേംസ് ഉണ്ട്. ഇതൊരു മുഴുവനൊരു ടേം ആണ്, ഇതൊറ്റൊരു ടേം ആണ്. ഓക്കെ, ഇതൊരു ടേം, ഇതൊരു ടേം, പിന്നെ അടുത്തൊരു ടേം. അപ്പോൾ ഈ ഇക്വേഷൻ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ 3 ടേംസിൻ്റെ ഡയമെൻഷൻ ഷുഡ് ബി സിമിലർ അല്ലേ. അതിൽ എസ് നമുക്കറിയാം. എസ് എന്താ? എസ് എസ് ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസിൻ്റെ ഡയമെൻഷൻ നമുക്കറിയാം ലെന്ത് ആണ്. is equal to u is the initial velocity. Velocity equation നമുക്കറിയാം. Velocity dimension is L t raised to -1 into ഒരു t കൂടി ഉണ്ട്. അപ്പോൾ t ഡയമെൻഷൻ t അല്ലേ, പ്ലസ് ഹാഫിൻ്റെ ഡയമെൻഷൻ ഒന്നും ഇല്ല, നമ്പർ ആണ്, ഡയമെൻഷൻ ഇല്ല. ആക്സിലറേഷൻ്റെ ഡയമെൻഷൻ എന്ത് വരും? L t raised to -2 into ഒരു t സ്ക്വയർ ഉണ്ട്. അപ്പോൾ t സ്ക്വയറിൻ്റെ ഡയമെൻഷൻ കൂടി വരും. t സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇക്വേറ്റ് ചെയ്തേ. അപ്പോൾ നോക്കുമ്പോൾ അതേ ഇത് ക്യാൻസൽ ആയി പോകുമല്ലോ. t raised to -1 t ക്യാൻസൽ ആയി പോകും. t raised to -2 t സ്ക്വയർ ക്യാൻസൽ ആയി പോകും. അപ്പോൾ മിച്ചം വരുന്നത് L is equal to ഇവിടെയും L ആണ്, ഇവിടെയും പ്ലസ് L ആണ്. അപ്പോൾ നോക്കിയേ 3 ടേംസിൻ്റെ സെയിം ഡയമെൻഷൻ വന്നു നോക്കിയേ. 3ൻ്റെ സെയിം ഡയമെൻഷൻ അല്ലേ. 3 ടേംസിൻ്റെ ഡയമെൻഷൻ എന്താണ്? 3 ഫുൾ ടേം ഉദ്ദേശിക്കുന്നത്, ഓരോ ക്വാണ്ടിറ്റി അല്ല, ഫുൾ ടേമിൻ്റെ ഡയമെൻഷന് ലെന്ത് തന്നെയാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ദാറ്റ് മീൻസ് ഇക്വേഷൻ എന്താണ്? കറക്റ്റ് ആണ്, ബിക്കോസ് 3 ടേംസ് ഹാവ് സിമിലർ ഡയമെൻഷൻ. ഓക്കെ, ചിലരുടെ സംശയം എന്താ വരുന്നതെന്ന് അറിയോ? സാർ ഇവിടെ L പ്ലസ് L എന്ന് പറയുമ്പോൾ 2L അല്ലേ വരേണ്ടത്? ചിലർ അങ്ങനെ ചോദിക്കും. ഓക്കെ, L പ്ലസ് L എന്ന് പറയുമ്പോൾ സാർ 2L അല്ലേ, ഒരു 2 കൂടി വരത്തില്ലേ? ഇത് നമ്മൾ ആഡ് ചെയ്യുമല്ല, ചുമ്മാ ചെക്ക് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് L പ്ലസ് L is equal to 2L എന്ന് എഴുതി വെക്കരുത്. ഓക്കെ, മണ്ടത്തരം കാണിക്കരുത്. നമ്മൾ ആഡ് ചെയ്യുമല്ല, നമ്മൾ ചുമ്മാ ചെക്ക് ചെയ്യുന്നതേ ഉള്ളൂ. 3 ടേംസും സെയിം ഡയമെൻഷൻ ആണെന്ന് ചെക്ക് ചെയ്യുവാണ്. ഞാൻ ഒരിടത്ത് പഠിപ്പിച്ചപ്പോൾ ഒരു കുട്ടി ചോദിച്ചാൽ സാർ L പ്ലസ് L 2L അല്ല, അപ്പോൾ 2 കൂടി വരത്തില്ലേ? 2 വരത്തില്ല, നമ്മൾ ചെക്ക് ചെയ്യുക, ആഡ് ചെയ്യുമല്ല. ക്ലിയർ അല്ലേ? അപ്പോൾ ദിസ് ഇക്വേഷൻ is dimensionally correct. ഓക്കെ, വേണം ഒരെണ്ണം കൂടി ചെയ്യാം. v സ്ക്വയർ is equal to u സ്ക്വയർ പ്ലസ് 2as. ഇത് അടുത്തൊരു ഇക്വേഷൻ ആണ്. v സ്ക്വയർ is equal to u സ്ക്വയർ പ്ലസ് 2as. ഈ ഇക്വേഷൻ ഒന്ന് ചെക്ക് ചെയ്തേ, ഡയമെൻഷനിൽ കറക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ. വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് തന്നെ ഒന്ന് ചെയ്ത് നോക്കിയേ. അതിൽ v എന്താ? v ഫൈനൽ വെലോസിറ്റി, u is the initial velocity, a is the acceleration, s is the distance. ഓക്കെ, ചെയ്ത് നോക്കാമല്ലോ. ചെയ്തോ? ഓക്കെ, സോ ഫൈനൽ വെലോസിറ്റിയുടെ ഡയമെൻഷൻ നമുക്കറിയാം L t raised to -1 ആണ്, അതിൻ്റെ സ്ക്വയർ എന്ന് വരും അല്ലേ. v സ്ക്വയർ ആയതുകൊണ്ട് വെലോസിറ്റിയുടെ ഡയമെൻഷൻ്റെ സ്ക്വയർ. അപ്പോൾ L t raised to -1 വെലോസിറ്റിയുടെ ഡയമെൻഷൻ, അതിൻ്റെ ഹോൾ സ്ക്വയർ ഈക്വൽ ടു, പിന്നെ ഇനീഷ്യൽ വെലോസിറ്റി ആകുമ്പോൾ സെയിം വെലോസിറ്റി തന്നെയാണ്. അപ്പോൾ L t raised to -1 എന്ന് വരും, അതിൻ്റെ ഹോൾ സ്ക്വയർ, കാരണം u സ്ക്വയർ ആണ്, പ്ലസ് 2as. 2 നമ്പറാണ്, ഡയമെൻഷനൊന്നും ഇല്ല. പിന്നെ as, a എന്താ? a is ആക്സലറേഷൻ അല്ലേ. അപ്പോൾ ആക്സലറേഷൻ്റെ ഡയമെൻഷൻ L t raised to -2 ഇൻറ്റു s. എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് ആണ്, അതിൻ്റെ ഡയമെൻഷൻ L ആണ് അല്ലേ. അപ്പോൾ സോൾവ് ചെയ്തേ. അപ്പോൾ സ്ക്വയറിനകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ L സ്ക്വയർ t raised to -2 എന്ന് വരും അല്ലേ. ഇസ് ഈക്വൽ ടു, ഇവിടെയും സെയിം തന്നെ, ഇത് L സ്ക്വയർ t raised to -2 തന്നെ വരും അല്ലേ. പ്ലസ് ഇവിടെ നോക്കിയേ, L t raised to -2 ഇൻറ്റു L എന്ന് പറയുമ്പോൾ സെയിം തന്നെ അല്ലേ. L സ്ക്വയർ t raised to -2 തന്നെ വരും. അപ്പോൾ നോക്കിയാൽ 3ഉം എന്താണ്? 3ഉം സെയിം ആണ്. 3ഉം സെയിം ഡയമെൻഷൻ തന്നെ വരുന്നുണ്ട്, L സ്ക്വയർ t raised to -2. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അക്കോർഡിംഗ് ടു പ്രിൻസിപ്പൽ ഓഫ് ഹോമോജനിറ്റി 3 ടേംസ് ആർ സിമിലർ,
That means they can be added or subtracted. അപ്പോൾ this equation is dimensionally correct ആണ്. കാര്യം മനസ്സിലായി? ഇത്ര ഉള്ള എന്ത് ആദ്യത്തെ ആപ്ലിക്കേഷൻ ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് എൻ ഇക്വേഷൻ. ഇനി ഇതിൽ നിന്ന് എൻട്രൻസിൻ്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ചോദിക്കുന്നത് നോക്കാം. ഓക്കെ, ദേ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയേ. ദേ പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ ഡയമെൻഷണൽ ഫോർമുല ഓഫ് എ ബി ആൻഡ് സി ഇൻ ദ ഫോളോയിങ് ഇക്വേഷൻ. ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അതിൽ എയും ബിയും സിൻ്റെ ഡയമെൻഷനാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ സിമിലർ തന്നെ പ്രിൻസിപ്പൽ ഓഫ് ഹോമോജീനിറ്റി ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെയായിരിക്കും നോക്കി, ഇത് എഫ് ആണ്, ഫോഴ്സ് ആണ്. എഫ് ഈസ് ഈക്വൽ ടു ഫോഴ്സ്. പിന്നെ 3 ടേംസ് വേറെ തന്നിട്ടുണ്ട്, എ ബി ആൻഡ് സി. അതിൻ്റെ ഡയമെൻഷനാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ പ്രിൻസിപ്പൽ ഓഫ് ഹോമോജീനിറ്റി നമുക്കറിയാം, ഡിഫറെൻറ്റ് ടേംസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ മുഴുവൻ ടേംസിൻ്റെ ഡയമെൻഷൻ ഷുഡ് ബി സിമിലർ അല്ലേ. അപ്പോൾ ഫോഴ്സിൻ്റെ ഡയമെൻഷൻ തന്നെ ആയിരിക്കണം ഈ എയുടെ ഡയമെൻഷൻ. ഇത് ആക്സലറേഷൻ അല്ല കേട്ടോ, എ ആണ്, വേറൊരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ എഫിൻ്റെ ഡയമെൻഷൻ തന്നെ ആയിരിക്കും എയുടെ ഡയമെൻഷൻ. എന്താണ് എയുടെ ഡയമെൻഷൻ? അത് തന്നെ ആയിരിക്കും ബി ടി മുഴുവൻ ടേമിൻ്റെ ഡയമെൻഷൻ. ഇവിടെ മൊത്തം 3 ടേംസ് ഉണ്ട് അല്ലേ, മൊത്തം 4 ടേംസ് ഉണ്ട്. ഒന്ന് എ, പിന്നെ ഒന്ന് ബി ടി, പിന്നെ സി ടി സ്ക്വയർ, പിന്നെ ഒരു എഫ് ഫോഴ്സ്. അപ്പോൾ എയുടെ ഡയമെൻഷൻ തന്നെ ആയിരിക്കും ഫോഴ്സിൻ്റെ ഡയമെൻഷൻ. ഈ മുഴുവനും ബി ടിൻ്റെ ഡയമെൻഷൻ തന്നെ ആയിരിക്കും ഫോഴ്സിൻ്റെ ഡയമെൻഷൻ. ഈ സി ടിൻ്റെ സ്ക്വയർ തന്നെ ആയിരിക്കും ഫോഴ്സിൻ്റെ ഡയമെൻഷൻ. കാരണം പ്രിൻസിപ്പൽ ഓഫ് ഹോമോജീനിറ്റി ആണ്. ഓക്കെ, അപ്പോൾ നോക്കാം. അപ്പോൾ എയുടെ ഡയമെൻഷൻ കറക്റ്റായിട്ട് വരും. എയുടെ ഡയമെൻഷൻ വിൽ ബി ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ഫോഴ്സ് അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു എം എൽ ടി റേസ് ടു -2. നമ്മൾ നേരത്തെ പഠിച്ച ഫോഴ്സിൻ്റെ ഡയമെൻഷൻ. ഓക്കെ, അപ്പോൾ എയുടെ ഡയമെൻഷൻ എന്തായാലും കിട്ടും. ഇനി അടുത്തത് ബി ടി അടുത്തൊരു ടേമാണ്. ഈ ഒരു ടേമിൻ്റെ ഡയമെൻഷനും പിന്നെ ഫോഴ്സിൻ്റെ ഡയമെൻഷനും സെയിം ആയിരിക്കും, അല്ലെ എയുടെ ഡയമെൻഷനോട് സെയിം ആയിരിക്കും. അപ്പോൾ ബി ടി ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് എ തന്നെ, കാരണം പ്രിൻസിപ്പൽ ഓഫ് ഹോമോജീനിറ്റി ആണ്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു എം എൽ ടി റേസ് ടു -2 നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അതിൽ ബിയുടെ ഡയമെൻഷൻ മാത്രം എന്തായിരിക്കും? ബിയുടെ ഡയമെൻഷൻ മാത്രമായിട്ട് നോക്കി, ബിയുടെ ഡയമെൻഷൻ മാത്രമായിട്ട് എത്രന്ന് വരും? അപ്പോൾ ഇത് ആക്ച്വലി ഡയമെൻഷൻ ഓഫ് ബി ഇൻ ടു ടൈം അല്ലേ ഈ എം എൽ ടി റേസ് ടു -2 അല്ലേ. ഇപ്പോൾ ബിയുടെ ഡയമെൻഷൻ എന്താന്ന് വരും? ബി ഇസ് ഈക്വൽ ടു എം എൽ ടി റേസ് ടു -2 ഡിവൈഡഡ് ബൈ താഴെ ഒരു ടി എന്ന് വരും അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു ടി റേസ് ടു -2 താഴെ പിന്നെ ഒരു ടി വന്നപ്പോൾ ടി റേസ് ടു -3 എന്നായി അല്ലേ. ഇപ്പോൾ എം എൽ ടി റേസ് ടു -3 എന്ന് വരും. അപ്പോൾ ഡയമെൻഷൻ ഓഫ് ബി ഈസ് എം എൽ ടി റേസ് ടു -3. ഓക്കെ, അടുത്തത് സി ടി സ്ക്വയർ. സി ടി സ്ക്വയറിൻ്റെ ഡയമെൻഷനും ബി ടിൻ്റെ ഡയമെൻഷനും എയുടെ ഡയമെൻഷനും സെയിം ആയിരിക്കും. അപ്പോൾ ഡയമെൻഷൻ ഓഫ് സി ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് എ. ദാറ്റ് ഈസ് ഈക്വൽ ടു എം എൽ ടി റേസ് ടു -2 ഫോഴ്സിന് അതിലെ ഡയമെൻഷൻ. അപ്പോൾ സി ടി സ്ക്വയർ എന്ന് പറയുമ്പോൾ ഡയമെൻഷൻ ഓഫ് സി ഇൻറ്റു ടീൻ്റെ സ്ക്വയർ അല്ലേ, സി ടി സ്ക്വയർ ആണ്. അപ്പോൾ ടി സ്ക്വയർ എന്ന് പറയുമ്പോൾ ഡയമെൻഷൻ ടി സ്ക്വയർ എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എം എൽ ടി റേസ് ടു -2 അല്ലേ. അപ്പോൾ ഡയമെൻഷൻ ഓഫ് സി വിൽ ബി എം എൽ ടി റേസ് ടു -2 ഡിവൈഡഡ് ബൈ താഴെ ഒരു ടി സ്ക്വയർ എന്ന് വരും അല്ലേ. ഡിവൈഡ് ചെയ്യുമ്പോൾ എം എൽ ടി റേസ് ടു -4 എന്ന് വരും അല്ലേ. അപ്പോൾ എയുടെ ഡയമെൻഷൻ എന്ത് കിട്ടി? ദാറ്റ് എയുടെ ഡയമെൻഷൻ ഇസ്, ഇതാണ് എയുടെ ഡയമെൻഷൻ, എം എൽ ടി റേസ് ടു -2. ബിയുടെ ഡയമെൻഷൻ എന്താ കിട്ടിയത്? ഇതാണ് ബിയുടെ ഡയമെൻഷൻ, ദാറ്റ് ഈസ് എം എൽ ടി റേസ് ടു -3 ആൻഡ് സിയുടെ ഡയമെൻഷൻ ഇസ്, ദാറ്റ് ഈസ് എം എൽ ടി റേസ് ടു -4. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കും എൻട്രൻസിൽ ഈ ടോപ്പിക്കിൽ നിന്ന് ചോദിക്കുന്നത്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നോക്കാം. ഇത് നീറ്റിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പി ഇസ് ഈക്വൽ ടു എ ടി സ്ക്വയർ പ്ലസ് ബി ബൈ സി പ്ലസ് ടി. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. സെയിം തന്നെ എയും ബിയും സിൻ്റെ ഡയമെൻഷനാണ് വേണ്ടത്. ഓക്കെ, കുറച്ച് ടഫാണ്, ചെയ്ത് നോക്കാം. കണ്ടുപിടിച്ച് നോക്കിയേ, വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് കണ്ടുപിടിച്ച് നോക്കിയേ. അപ്പോൾ പ്രിൻസിപ്പൽ ഓഫ് ഹോമോജീനിറ്റി തന്നെയാണ്. അപ്പോൾ എങ്ങനെ നോക്കണ്ട? 3 ടേംസ് ഉണ്ട് അല്ലേ. ഇതൊരു ടേം, പിന്നെ ഇത് മുഴുവൻ ഒരു ടേം, 3 ടേംസ് ഉണ്ട്. അപ്പോൾ ഇത് പി എന്ന് പറയുമ്പോൾ പ്രഷറാണ് കേട്ടോ, പി പ്രഷറാണ്. അപ്പോൾ പിൻ്റെ ഡയമെൻഷൻ തന്നെ ആയിരിക്കും ഈ മുഴുവൻ ടേമിൻ്റെ ഡയമെൻഷൻ, എ ടി സ്ക്വയറിൻ്റെ ഡയമെൻഷൻ. അത് തന്നെ ആയിരിക്കും ബി ബൈ ടി പ്ലസ് സിൻ്റെ ഡയമെൻഷൻ. ക്ലിയർ അല്ലേ? അപ്പോൾ ചെയ്ത് നോക്കിയേ. അപ്പോൾ ഡയമെൻഷൻ ഓഫ് P is equal to dimension of a t square.
അല്ലേ? എന്നാലേ ആഡ് ചെയ്യാനോ സബ്ട്രാക്ട് ചെയ്യാനോ പറ്റത്തുള്ളൂ. ഇനി പി എന്താണ്? പ്രഷറാണ്. പ്രഷറിൻ്റെ ഡയമെൻഷൻ എന്തോ ഓർക്കുന്നുണ്ടോ? പ്രഷറിൻ്റെ ഡയമെൻഷൻ അറിയത്തില്ലെങ്കിൽ കണ്ടുപിടിക്കുക. പ്രഷറിൻ്റെ ഇക്വേഷൻ ഇസ് പ്രഷർ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ കേട്ടോ. ഫോഴ്സ് ബൈ ഏരിയ ആണ് ഇക്വേഷൻ. ഫോഴ്സിൻ്റെ ഡയമെൻഷൻ നമുക്കറിയാം mL(T⁻²) ആണ്. ഏരിയൻ്റെ ഡയമെൻഷൻ ഇസ് L². ഓക്കെ, അപ്പോൾ സോൾവ് ചെയ്ത് വരുമ്പോൾ എത്ര എന്ന് വരും? ഒരു L ക്യാൻസലായി പോയി, ഒരു L മേളിൽ പോകും. അപ്പോൾ mL(1) T⁻² എന്ന് വരും. അപ്പോൾ പ്രഷറിൻ്റെ ഡയമെൻഷൻ ഇസ് mL(1) T⁻². അപ്പോൾ mL(1) T⁻² ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് എ ഇൻറ്റു ഇതിനെ T² ആയിട്ട് എഴുതാമല്ലോ. ശരിയല്ലേ? ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഡയമെൻഷൻ ഓഫ് എ ഇസ് ഈക്വൽ ടു mL(1) T⁻⁴ എന്ന് വരും. ശരിയല്ലേ? കാരണം ഈ ടേമിനെ നമ്മൾ താഴെ കൊണ്ടുപോകുമ്പോൾ ഡിനോമിനേറ്ററിൽ വരും, അത് മുകളിൽ പോകുമ്പോൾ പിന്നെ മൈനസ് ആവും. അപ്പോൾ എൻ്റെ ഡയമെൻഷൻ എന്ത് കിട്ടി? mL(1) T⁻⁴. ഇനി അടുത്ത് എന്തോ വേണ്ട? ഇനി ബിയും സീൻ്റെ ഡയമെൻഷനാണ് വേണ്ടത്. അതിൽ ബീൻ്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കുന്നതിന് മുന്നേ സീൻ്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കുന്നതായിരിക്കും നല്ലത്. കാരണം താഴെ ഒരു അഡീഷൻ കൂടി ഉണ്ട്. സീൻ്റെ ഡയമെൻഷൻ എത്ര ആയിരിക്കും എന്ന് പറയാമോ? അതേ നോക്കിയാൽ സി, ഇത് കാണുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ട്. സി പ്ലസ് ടി അല്ലേ? സി നമ്മൾ ടൈം കൊണ്ട് ഡിവൈഡ് ടൈം കൊണ്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സിയും ടൈം തന്നെ ആയിരിക്കണ്ടേ? നമുക്ക് ടൈമുമായിട്ട് ടൈമേ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ? സെയിം ടേംസ് മാത്രമേ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ടൈമിൻ്റെ ഡയമെൻഷൻ തന്നെ ആയിരിക്കും സീൻ്റെ ഡയമെൻഷൻ. അതുകൊണ്ടാണ് നടുക്കൊരു ആഡ് വന്നത്, അഡീഷൻ വന്നത്. ക്ലിയർ അല്ലേ? കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ സിയും ടൈമും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടൈമിൻ്റെ ഡയമെൻഷൻ തന്നെ ആയിരിക്കും സീൻ്റെ ഡയമെൻഷൻ. അപ്പോൾ സീൻ്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, കാണുമ്പോൾ അറിയാം സി പ്ലസ് ടി ആണ്. അപ്പോൾ സി പ്ലസ് ടി ആണെന്നുണ്ടെങ്കിൽ സി ഷുഡ് ബി ടൈം ഓൺലി, എന്നാലേ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഡയമെൻഷൻ ഓഫ് സി നമുക്ക് കിട്ടി, അത് ടി തന്നെയാണ്. ഓക്കെ, ടൈം തന്നെയാണ്. ഇനി നമുക്ക് ബീൻ്റെ കണ്ടുപിടിക്കാം. ഇനി മുഴുവൻ ടേം, ഈ ഫുൾ ടേമിൻ്റെ ഡയമെൻഷൻ എന്താണ്? പ്രഷറിൻ്റെ ഡയമെൻഷനാണ് അല്ലേ? അപ്പോൾ ബി ബൈ സി പ്ലസ് ടി, ഈ മുഴുവൻ ടേമിൻ്റെ ഡയമെൻഷൻ വിൽ ബി ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് പ്രഷർ. അത് എത്രയാണെന്ന് കിട്ടിയത്? mL(1) T⁻² അല്ലേ? അതിൽ ബീൻ്റെ ഡയമെൻഷനാണ് നമുക്ക് വേണ്ടത്. താഴെ സി പ്ലസ് ടി അല്ലേ? സീൻ്റെ ഡയമെൻഷൻ നമുക്കറിയാം ടി ആണ്. ഇത് ടി പ്ലസ് ടി 2t ആയിട്ട് എഴുതേണ്ട ആവശ്യമില്ല, ഇത് ടി ആയിട്ട് എഴുതിയാൽ മതി. കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ? സീൻ്റെ ഡയമെൻഷൻ ടി ആണ്, പ്ലസ് ഒരു ടീം കൂടി ഉണ്ട്. അത് 2t ആയിട്ട് എഴുതേണ്ട കാര്യമില്ല, നമ്മൾ ആഡ് ചെയ്യുമല്ല, നമ്മൾ ചുമ്മാ ചെക്ക് ചെയ്യുന്നതേ ഉള്ളൂ. ക്ലിയർ അല്ലേ? അപ്പോൾ ടി പ്ലസ് ടി സി 2t അല്ലേ? 2 കൂടി വരുമല്ലോ, അങ്ങനെ വേണ്ട. ടൈമിനെ ടൈം കൊണ്ട് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ടൈം തന്നെയാണ്, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ടി പ്ലസ് ടി സിക്കുള്ള ടി തന്നെയാണ്. ടൈം പ്ലസ് ടൈം ടൈം തന്നെയാണ്. ടൈം പ്ലസ് ടൈം 2 ടൈമാണെന്ന് എഴുതേണ്ട ആവശ്യമില്ല, ടൈം പ്ലസ് ടൈം ടൈം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ടി പ്ലസ് ടി സിക്കുള്ള 2t എഴുതേണ്ട, ടി എന്ന് എഴുതിയാൽ മതി. ക്ലിയർ അല്ലേ? അപ്പോൾ താഴെ ഒരു ടി എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു mL(1) T⁻². ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് ബീൻ്റെ ഡയമെൻഷൻ കിട്ടും. ബി ഈസ് ഈക്വൽ ടു mL(1) T⁻², പിന്നെ ഒരു ടീം കൂടി ഉണ്ട് അല്ലേ? അപ്പോൾ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡയമെൻഷൻ ഓഫ് ബി ഈസ് mL(1) T⁻² ഇൻറ്റു ടി എന്ന് പറയുമ്പോൾ T⁻1 എന്ന് വരും അല്ലേ? അപ്പോൾ അതാണ് ഡയമെൻഷൻ ഓഫ് ബി. കാര്യം മനസ്സിലായല്ലോ? അപ്പോൾ എല്ലാം കിട്ടിയില്ലേ? അപ്പോൾ ഡയമെൻഷൻ ഓഫ് എ എന്താ? ഡയമെൻഷൻ ഓഫ് എ ഈസ് പ്രഷറിൻ്റെ അതേ ഡയമെൻഷൻ mL(1) T⁻⁴. സീൻ്റെ ഡയമെൻഷൻ ടൈമിൻ്റെ ഡയമെൻഷൻ തന്നെ. ബീൻ്റെ ഡയമെൻഷൻ mL(1) T⁻⁴. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ഒന്ന് ചെയ്ത് നോക്കിയേ. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. P plus A by B into V minus B is equal to RT. ഓക്കെ, ഈ ഇക്വേഷൻ ചിലതൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇത് ശരിക്കും കെമിസ്ട്രിയിലാണ് നമ്മൾ ഇക്വേഷൻ പഠിക്കുന്നത്. ഫിസിക്സിൽ നമ്മളൊരു ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് ചാപ്റ്റർ പഠിക്കുമ്പോൾ നമ്മൾ ഇക്വേഷൻ പഠിക്കും. ഇക്വേഷൻ്റെ പേര് എന്താണെന്ന് ഓർക്കുന്നുണ്ടോ? വാൻ ഡെർ വാൽ ഗ്യാസ് ഇക്വേഷൻ. ഓക്കെ, വാൻ ഡെർ വാൽ ഗ്യാസ് ഇക്വേഷൻ ആണിത്. കെമിസ്ട്രിയിലാണ് കൂടുതലും പഠിക്കുന്നത്. ഓക്കെ, അതിൽ എ എന്താ? എ ഇസ് ദ
എയും ബിയും വാണ്ടർവാൾ കോൺസ്റ്റൻ്റ് ആണ്, വാണ്ടർവാൾ കറക്ഷൻ ആണ്. ഓക്കെ, കോ വോളിയം എന്നൊക്കെ പറയും, കോ വോളിയം പിന്നെ അട്രാക്ഷൻ്റെ ടേം. ഓക്കെ, സോ ഇവിടെയും സെയിം തന്നെ നമുക്ക് എയും ബീൻ്റെ ടേംസാണ് വേണ്ടത്, ഈ ഡയമെൻഷനാണ് വേണ്ടത്. അപ്പോൾ നോക്കിയത് ഈ ടേമും ഈ ടേം തമ്മിൽ ആഡ് ചെയ്യുന്നുണ്ട് അല്ലേ, പിയും എ ബൈ വി സ്ക്വയറിനെ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ടേമിൻ്റെ ഈ മുഴുവൻ ടേമിൻ്റെ ഡയമെൻഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും സെയിം ആയിരിക്കും, എന്നാലേ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പി പ്രഷറാണ് കേട്ടോ. അപ്പോൾ പി ഇസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് എ ഡിവൈഡ് ബൈ വി സ്ക്വയർ. അതുകൊണ്ടല്ലേ നടുക്കൊരു അഡീഷൻ വന്നത്, എന്നാലേ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് മൾട്ടിപ്ലിക്കേഷനാണ്, ഇത് നോക്കണ്ട. അപ്പോൾ ഈ ടേമും അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ ആയിരിക്കും. നമുക്ക് എ ആ വേണ്ടത്, വി വോളിയമാണ്. ഓക്കെ, അപ്പോൾ ചെയ്യാമല്ലോ. പ്രഷറിൻ്റെ ടേം നമുക്കറിയാം, പ്രഷറിൻ്റെ ഡയമെൻഷൻ ഇസ് എം എൽ റേസ് ടു -1 ടി റേസ് ടു -2 അല്ലേ, ഇസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് എ ആണ് വേണ്ടത്. വോളിയത്തിൻ്റെ ഡയമെൻഷൻ ഓർക്കുന്നുണ്ടോ? വോളിയത്തിൻ്റെ ഡയമെൻഷൻ എൽ ക്യൂബ് ആയിരുന്നു അല്ലേ, എൽ ക്യൂബ് വി സ്ക്വയർ ആയതുകൊണ്ട് ഒരു സ്ക്വയറും കൂടി വരും. അപ്പോൾ ഡയമെൻഷൻ ഓഫ് എ വിൽ ബി എം എൽ റേസ് ടു -1 ടി റേസ് ടു -2 ഇൻറ്റു ഇത് എൽ റേസ് ടു 6 ആവത്തില്ലേ, എൽ റേസ് ടു 6 എന്ന് വരും, ശരിയല്ലേ. അപ്പോൾ എൽ റേസ് ടു -1ഉം എൽ റേസ് ടു 6ഉം ആഡ് ചെയ്യുമ്പോൾ എത്ര എന്ന് വരും? എൽ റേസ് ടു 5 എന്ന് വരും അല്ലേ. അപ്പോൾ ദാറ്റ് ഈസ് എം എൽ റേസ് ടു 5 ടി റേസ് ടു -2. ഇത് സ്ഥിരം എൻട്രൻസിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, കീമിലൊക്കെ സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എയുടെ ഡയമെൻഷൻ എന്ത് കിട്ടി? എം എൽ റേസ് ടു 5 ടി റേസ് ടു -2. എ എന്താണ്? എയും ബിയും വാണ്ടർവാൾ കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, ഇനി ബി കണ്ടുപിടിക്കാനൊന്നും ഇല്ല. നോക്കിയേ, വോളിയവും ബിയും തമ്മിൽ മൈനസ് ചെയ്യാണ്. വി ഫോർ വോളിയമാണ്. വോളിയം ബി മൈനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബിയും വോളിയം തന്നെ ആവണ്ടേ, ശരിയല്ലേ. രണ്ട് ടേംസ് ആഡ് ചെയ്യണോ സബ്ട്രാക്ട് ചെയ്യണോ എന്നുണ്ടെങ്കിൽ ഷുഡ് ബി സിമിലർ. അപ്പോൾ ബി നമുക്ക് വോളിയത്തിൽ നിന്ന് മൈനസ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ബിയും വോളിയം തന്നെ ആയിരിക്കണം അല്ലേ. വോളിയത്തിൽ നിന്ന് വോളിയം മാത്രമേ മൈനസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ബി എന്താണ്? ബി വോളിയത്തിൻ്റെ അതേ ഡയമെൻഷൻ ആണ്. ക്ലിയർ? അതുകൊണ്ടാണ് നടുക്ക് മൈനസ് വന്നത്. അപ്പോൾ ഡയമെൻഷൻ ഓഫ് ബി വിൽ ബി ഡയമെൻഷൻ ഓഫ് വോളിയം തന്നെ, ദാറ്റ് ഈസ് ഈക്വൽ ടു എൽ ക്യൂബാന്ന് നമുക്കറിയാം. കാര്യം മനസ്സിലായാലോ? അപ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടുക? അപ്പോൾ എയുടെ ഡയമെൻഷൻ എന്ത് കിട്ടി? എയുടെ ഡയമെൻഷൻ ഇസ് എം റേസ് ടു 1 എൽ റേസ് ടു 5 ടി റേസ് ടു -2. പിന്നെ ബിയുടെ ഡയമെൻഷൻ ഇസ് എം റേസ് ടു 0 എൽ റേസ് ടു 3 ടി റേസ് ടു 0. ക്ലിയർ ആണല്ലോ? പ്രീവിയസ് എൻട്രൻസ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് അടുത്ത ആപ്ലിക്കേഷൻ നോക്കാം. സോ സെക്കൻഡ് ആപ്ലിക്കേഷൻ ഇതായിരുന്നു. സെക്കൻഡ് ആപ്ലിക്കേഷൻ ഈസ് ടു കൺവേർട്ട് വൺ സിസ്റ്റം ഓഫ് യൂണിറ്റ് ഇൻ ടു അനദർ. ഓക്കെ, ഈ സാധനം നമ്മൾ ആക്ച്വലി യൂണിറ്റ്സിൽ നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ. യൂണിറ്റ്സ് നമ്മൾ ഇക്വേഷനൊക്കെ പഠിച്ചു, N1 U1 = N2 U2. അന്നേരം നമ്മൾ പറയുകയും ചെയ്തു ഇതേ കൺവേർഷൻ നമ്മൾ ഒന്നുകൂടി ഇതേ സെയിം ഇക്വേഷൻ നമ്മൾ ഡയമെൻഷനിൽ ഒന്നുകൂടി പഠിക്കും അല്ലേ. അപ്പോൾ സെയിം സാധനം തന്നെയാണ്. അപ്പോൾ സെക്കൻഡ് ആപ്ലിക്കേഷൻ to convert one system of unit into another. ഇക്വേഷൻ ഓർക്കുന്നുണ്ടോ? നമ്മൾ യൂണിറ്റ്സ് നമ്മൾ ഇക്വേഷൻ പഠിച്ചായിരുന്നു. കൺവേർഷൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? ദാറ്റ് ഈസ് N1 U1 = N2 U2 അല്ലേ. ഇതല്ലേ നമ്മൾ പഠിച്ച ഇക്വേഷൻ. അതിൽ N1 എന്തുവാ? N1 is the ഫസ്റ്റ് മാഗ്നിറ്റ്യൂഡ്, U1 ഫസ്റ്റ് യൂണിറ്റ്, N2 സെക്കൻഡ് മാഗ്നിറ്റ്യൂഡ്, U2 സെക്കൻഡ് യൂണിറ്റ് അല്ലേ. ഡയമെൻഷൻ വെച്ചിട്ട് നമുക്ക് കൺവേർഷൻ ചെയ്യാൻ പറ്റും. സെയിം ഇക്വേഷൻ തന്നെയാണ്, സെയിം മെത്തേഡ് തന്നെയാണ്, ചെറിയൊരു മാറ്റം മാത്രമേ ഉള്ളൂ. അതായത് ഇത് വേണേൽ നമുക്ക് ഈ സെയിം ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. N1 ഇൻറ്റു U1ന് പകരം ഡയമെൻഷൻസ് എഴുതുക. അതായത് M1 L1 T1 പിന്നെ പവർ ABC ആയിട്ട് എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ U1ന് പകരം ഡയമെൻഷൻസ് എഴുതിയാൽ മതി. ഈക്വൽ ടു N2 ഇൻറ്റു U2ക്ക് പകരം ഡയമെൻഷൻസ്. അപ്പോൾ M2 L2 T2 പിന്നെ ABC. പവർ സെയിം ആയിരിക്കും, കാരണം ഒരു സിസ്റ്റത്തിൽ നിന്ന് അടുത്ത സിസ്റ്റത്തിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ ഡയമെൻഷൻസ് ഒരിക്കലും മാറത്തില്ല. ഡയമെൻഷൻസ് എപ്പോഴും സെയിം തന്നെ ആയിരിക്കും, പവർ എപ്പോഴും സെയിം ആയിരിക്കും. അപ്പോൾ വോളിയത്തിൻ്റെ ഡയമെൻഷൻ നമുക്കറിയാം L ക്യൂബാണ്. അത്
SI സിസ്റ്റം ആണെങ്കിലും ദാറ്റ് ഈസ് മീറ്ററിലാണെങ്കിലും സെൻറ്റിമീറ്ററിലാണെങ്കിലും എപ്പോഴും ക്യൂബ് വരും, ക്യൂബ് മാറത്തില്ല. മീറ്റർ സെൻറ്റിമീറ്ററിലേക്ക് മാറ്റിയാലും മീറ്റർ ക്യൂബ് സെൻറ്റിമീറ്റർ ക്യൂബ് ആയിരിക്കും. മീറ്റർ ക്യൂബ് ഒരിക്കലും സെൻറ്റിമീറ്റർ സ്ക്വയർ ആവത്തില്ല, പവർ മാറത്തില്ല, പവർ ഷുഡ് ബി സെയിം. അപ്പോൾ ഇവിടെ പവർ ABC ആണെങ്കിൽ ഇവിടെയും പവർ സെയിം തന്നെ ആയിരിക്കും. ജസ്റ്റ് മാറുന്നത് യൂണിറ്റ്സ് മാത്രമാണ് മാറുന്നത്. MLT ആണ് മാറുന്നത്, പവർ സെയിം ആയിരിക്കും. സോ ദിസ് ഇസ് ദ ഇക്വേഷൻ. ഓക്കെ, ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ സെറ്റ് ആവും. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക, ഇതാണ് ഇക്വേഷൻ. ദാറ്റ് ഈസ് N1 into M1 raised to 1, L1 raised to B, T1 raised to C is equal to N2 into M2 raised to A, L2 raised to B and T2 raised to C. Okay. Question ചെയ്യാം. Previous question ആണ്, find the value of universal gas constant in CGS system. Okay. അപ്പോൾ നമുക്കറിയാം ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റിൻ്റെ SI യൂണിറ്റ്. SI സിസ്റ്റത്തിൽ അതിൻ്റെ ഇക്വേഷൻ അറിയാമോ? അതിൻ്റെ വാല്യൂ അറിയാമോ? 6.67 into 10 raised to minus 11. അത്രയും ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം ആണ്, പെർ കിലോഗ്രാം സ്ക്വയർ. ഇത് അതിൻ്റെ SI സിസ്റ്റത്തിലെ യൂണിറ്റ് ആണ്, SI സിസ്റ്റത്തിലെ വാല്യൂ ആണിത്. ഓക്കെ, അപ്പോൾ ജീൻ്റെ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റിൻ്റെ SI യൂണിറ്റിലെ വാല്യൂ എത്രയാണ്? 6.67 into 10 raised to minus 11. നമ്മളോട് എന്താ ചോദിച്ചേക്കുന്നത്? CGSൻ്റെ വാല്യൂ ആണ് വേണ്ടത്. അപ്പോൾ സെയിം തന്നെ ഒന്നെങ്കിൽ യൂണിറ്റ് വെച്ച് ചെയ്യാം, N1 U1 is equal to N2 U2 വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ N1 into ഫസ്റ്റ് ഡയമെൻഷൻ ഇൻറ്റു is equal to N2 into സെക്കൻഡ് ഡയമെൻഷൻ, അങ്ങനെ ചെയ്യാം. ഓക്കെ, ഡയമെൻഷൻ കൊടുക്കുന്നുണ്ടോ? ജീൻ്റെ ഡയമെൻഷൻ എന്തായിരുന്നു? ദാറ്റ് ഈസ് M raised to minus 12, L raised to 3, T raised to minus 2. ഇതല്ലായിരുന്നു ഡയമെൻഷൻ. അപ്പോൾ ഇത് വെച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ചെയ്ത് നോക്കിയേ. അപ്പോൾ നമുക്ക് SI സിസ്റ്റത്തിൽ നിന്ന് CGSലേക്ക് മാറ്റണം അല്ലേ? അപ്പോൾ N1ൻ്റെ വാല്യൂ 6.67, ഇക്വേഷൻ N1 into M1 raised to A, L1 raised to B, T1 raised to C is equal to N2 into M2 raised to A, L2 raised to B and T2 raised to C. അതിൽ N1ൻ്റെ വാല്യൂ നമുക്കറിയാം എത്രയാ? 6.67 സ്ക്വയർ ബ്രാക്കറ്റ് കേട്ടോ. N1ൻ്റെ വാല്യൂ 6.67 into 10 raised to minus 11 into M1 raised to A1ൻ്റെ വാല്യൂ നമുക്കറിയാം. നോക്കിയേ, A1ൻ്റെ വാല്യൂ എത്രയാ? -1 അല്ലേ? Aൻ്റെ വാല്യൂ 1 ആണ് കണ്ടോ, കാരണം മാസിന് പുറത്ത് വരുന്ന പവറും -1 ആണ്. അപ്പോൾ ഈ രണ്ടും -1 തന്നെ ആയിരിക്കും, പവർ സെയിം ആയിരിക്കും കണ്ടോ. അപ്പോൾ -1 ആണ് പവർ, കാരണം മാസിന് പുറത്ത് വരുന്ന പവർ -1 ആണ്, നമുക്ക് ഓൾറെഡി അറിയാതെ. ഓക്കെ, അപ്പോൾ ഇത് -1 എന്ന് വരും. ഇൻറ്റു L1 raised to ഇവിടെ പവർ 3 അല്ലേ, അപ്പോൾ 3 എന്ന് വരും. ഇൻറ്റു T1 raised to ഇവിടെ പവർ -2, അപ്പോൾ -2 എന്ന് വരും. ഈക്വൽ ടു N2 ഇൻറ്റു M2 raised to -1, L2 raised to 3 and T2 raised to -2 എന്ന് വരും. നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് N2 അല്ലേ വേണ്ട, CGSലെ വാല്യൂ വേണ്ട അല്ലേ. അപ്പോൾ N2 is equal to 6.67 into 10 raised to minus 11 into ഇതിങ്ങനെ എഴുതാൻ പറ്റുമോ നോക്കിയേ, M1 by M2 the whole raised to -1 into L1 by L2 the whole raised to 3 പിന്നെ T1 by T2 the whole raised to -2. ഇങ്ങനെ എഴുതാൻ പറ്റുമല്ലോ, ശരിയല്ലേ? That is equal to 6.67 into 10 raised to -11. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു, മനസ്സിലായല്ലോ. ആ M1 M2ഉം L2 T2ഉം കൂടി ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഡിനോമിനേറ്ററിൽ വന്നു. ഓക്കെ, ഇനി M1 നമുക്കറിയാം, M1 SI സിസ്റ്റമാണ്, അപ്പോൾ കിലോഗ്രാം വരും അല്ലേ. കിലോഗ്രാം താഴെ ഗ്രാം തന്നെ വരും, കാരണം M2 CGS സിസ്റ്റത്തിലാണ്, അപ്പോൾ അവിടെ മാസ് ഗ്രാമിലാണ്. M1 ആകുമ്പോൾ കിലോഗ്രാമിലായിരിക്കും, ബിക്കോസ് ഇറ്റ് ഈസ് SI സിസ്റ്റം, താഴെ ഗ്രാം. റേസ് ടു -1 വരും. ഇൻറ്റു L1 SI സിസ്റ്റം ആയതുകൊണ്ട് മീറ്റർ, L2 CGS ആണ്, അപ്പോൾ സെൻറ്റിമീറ്റർ എന്ന് വരും. ദ ഹോൾ റേസ് ടു 3 എന്ന് വരും. ഇൻറ്റു T1 സെക്കൻഡ് തന്നെ അല്ലേ, അതെന്തായാലും ക്യാൻസൽ ആയി പോകും അല്ലേ, രണ്ടും സെക്കൻഡ് തന്നെ വരും. CGS ആണെങ്കിലും SI ആണെങ്കിലും സെക്കൻഡ് ആണ്, അപ്പോൾ അത് ക്യാൻസൽ ആയി പോകും. ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പോൾ 6.67 ഇൻറ്റു 10 raised to -11 ഇൻറ്റു കിലോഗ്രാമിനെ ഗ്രാം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അറിയാമല്ലോ, നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തേ അല്ലേ. അപ്പോൾ 1000 ഗ്രാം
ഡിവൈഡഡ് ബൈ ഗ്രാം ദ ഹോൾ റേസ് ടു -1 എന്ന് വരും ഇൻറ്റു ഇത് 100 സെൻറ്റിമീറ്റർ ബൈ സെൻറ്റിമീറ്റർ ദ ഹോൾ റേസ് ടു 3 എന്ന് വരും അല്ലേ. അതിൽ ഗ്രാം ഗ്രാം ക്യാൻസൽ ആയിപ്പോയി, സെൻറ്റിമീറ്റർ സെൻറ്റിമീറ്റർ ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 6.67 ഇൻറ്റു 10⁻⁻11 ഇൻറ്റു ഇത് 10⁻³ ആയിട്ട് എഴുതാമല്ലോ, ശരിയല്ലേ. 1000 എന്ന് പറയുമ്പോൾ 10⁻³ ആണ്, അതിൻ്റെ ഹോൾ റേസ് ടു -1 എന്ന് വരും. ഇപ്പോൾ 10⁻³ എന്ന് വരും ഇൻറ്റു 100ൻ്റെ ക്യൂബ് എന്ന് പറയുമ്പോൾ ദാറ്റ് 10⁻6 എന്ന് വരും, ശരിയല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 6.67 ഇൻറ്റു 10⁻11 ഇൻറ്റു 10⁻³ ഇൻറ്റു 10⁻6 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര എന്ന് വരും? 10⁻11ഉം 10⁻³ കൂടി 10⁻14 എന്ന് വരും അല്ലേ. ആ 10⁻14 നിന്ന് 10⁻6 പോകാൻ വെച്ചാൽ എത്ര? 10⁻8 അല്ലേ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 6.67 ഇൻറ്റു 10⁻8 എന്ന് വരും. ഇതാണ് N2. ക്ലിയർ അല്ലേ. അപ്പോൾ CGS സിസ്റ്റത്തിൽ ജീൻ്റെ വാല്യൂ, ഗ്രാവിറ്റേഷൻ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ എത്രയാണ്? 6.67 ഇൻറ്റു 10⁻8. അപ്പോൾ ഓപ്ഷൻ ഏത് വരും? ഓപ്ഷൻ ബി is the ആൻസർ. ഓക്കെ, അപ്പോൾ സെയിം ഇക്വേഷൻ തന്നെയാണ് N1U1 = N2U2, സെയിം തന്നെ വരും. അപ്പോൾ ചിലർ സംശയം ചോദിക്കുക, സാർ ഈ ഡയമെൻഷൻ വെച്ച് ചെയ്യുന്നതാണ് കുറച്ചുകൂടി ഡിഫിക്കൽട്ട്, മറ്റേ യൂണിറ്റ് വെച്ച് ചെയ്യുന്നതല്ലായിരുന്നു ഈസി എന്ന് ചിലർ ചോദിക്കും. അത് ആക്ച്വലി നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് N1U1 ഇക്വേഷൻ കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നും. പക്ഷേ ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ, ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള മാഗ്നറ്റിക് എഫക്റ്റ് അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ഏതെങ്കിലും ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീൻ്റെ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീൻ്റെ കൺവേർഷൻ ചോദിക്കുകയാണെങ്കിൽ ഡയമെൻഷനാണ് കുറേ കൂടി ഈസി. ഓക്കെ, അതുകൊണ്ട് ഡയമെൻഷൻ വെച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. ബാക്കി യൂണിറ്റ് വെച്ച് നമുക്ക് ചെയ്യാം. ക്ലിയർ അല്ലേ. ഇക്വേഷനും ടെക്നിക്ക് എല്ലാം സെയിം തന്നെ ആയിരിക്കും. N1U1 = N2U2 അല്ലെങ്കിൽ N1 dimension of 1 = N2 into dimension of 2. പിന്നെ നമുക്ക് N1 നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ N2 കണ്ടുപിടിക്കാം. സെയിം ടെക്നിക്ക് തന്നെ. ഓക്കെ, പിന്നെ ഡയമെൻഷനാണ് കുറേ കൂടി ഈസി കോംപ്ലക്സ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ. ഓക്കെ, ജെയിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യും, അന്നേരം നമുക്ക് മനസ്സിലാവും. ഓക്കെ, ബാക്കി യൂണിറ്റ് വെച്ചും ചെയ്യാം, ആൻസർ കിട്ടിയാൽ മതി. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി is the ആൻസർ. 6.67 into 10⁻8. ശരി, ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, അതുകൂടി കഴിഞ്ഞ് നമുക്ക് നിർത്താം. സോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ സർട്ടൺ സിസ്റ്റം ഓഫ് യൂണിറ്റ് 1 unit of time is 5 seconds, 1 unit of mass is 20 kg and 1 unit of length is 10 meter. Then find the value of 1 watt in this system of unit is. Okay, അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? വാല്യൂ ഓഫ് 1 watt in this system. ഒരു റാൻഡം സിസ്റ്റം തന്നിരിക്കുക, അതിൽ കുറച്ച് ഡേറ്റാസ് തന്നിട്ടുണ്ട്. 1 unit of time is 5 seconds, 1 unit of mass is 20 kg. ഇപ്പോൾ നമുക്കറിയാവുന്ന സിസ്റ്റം ഏതൊക്കെയാണ്? SI സിസ്റ്റം, CGS സിസ്റ്റം അല്ലേ, FPS സിസ്റ്റം ഒക്കെയാണ് അല്ലേ. അതിൽ CGS സിസ്റ്റമിൽ 1 mass of unit എന്താണ്? 1 gram അല്ലേ. SI സിസ്റ്റം ആണെങ്കിൽ 1 unit of mass is 1 kg. അതുപോലെ ഒരു റാൻഡം സിസ്റ്റം തന്നേക്കുക, അതിൽ 1 unit of mass 20 kg ആണ്. CGSൽ 1 gram, SIൽ 1 kg. അതുപോലെ ഒരു റാൻഡം സിസ്റ്റമിൽ മാസ് 1 unit 20 kg ആണ്. അതുപോലെ 1 unit of length 10 meter ആണ്. SI സിസ്റ്റമിൽ 1 meter ആയിട്ട് എടുക്കുന്നത്, CGSൽ 1 centimeter ആയിട്ട് എടുക്കുന്നത്. ഈ സിസ്റ്റമിൽ 1 unit of length 10 meter ആണ്. ടൈം എത്രയാണ്? 5 സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ SI സിസ്റ്റത്തിലെ 1 വാട്ടിൻ്റെ വാല്യൂ ഈ സിസ്റ്റമിൽ എത്ര ആയിരിക്കുന്നു? ക്ലിയർ അല്ലേ. സെയിം ഇക്വേഷൻ തന്നെ വരും. ദാറ്റ് ഈസ് N1 പിന്നെ M1 raised to A, L1 raised to B, T1 raised to C is equal to N2 into M2 raised to A പിന്നെ L2 raised to B പിന്നെ T2 raised to C. ക്ലിയർ അല്ലേ. നമുക്ക് N2 ആണ് വേണ്ടത്. ഏത് സിസ്റ്റം? ഈ റാൻഡം സിസ്റ്റമിൽ. ക്ലിയർ അല്ലേ. അപ്പോൾ N2 is equal എന്ത് വരും? ഈ എയും ബി സിയുടെ വാല്യൂ അറിയോ? ഇത് വാട്ടല്ലേ. വാട്ട് എന്ന് പറഞ്ഞാൽ എന്താ പറയാൻ മറന്നുപോയി. വാട്ട് എന്താണ്? വാട്ട് പവറിൻ്റെ യൂണിറ്റ് കേട്ടോ. പവറിൻ്റെ യൂണിറ്റ് നമ്മൾ നേരത്തെ പഠിച്ചല്ലേ. പവറിൻ്റെ യൂണിറ്റ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചാണല്ലോ. കണ്ടത് ഈ യൂണിറ്റ് ആണ്, ഇതിനാണ് വാട്ട് എന്ന് പറയുന്നത് കേട്ടോ. ദിസ് ഇസ് കോൾഡ് ആസ് വാട്ട്. ഇതിന് നമ്മൾ ഷോർട്ടായിട്ട് വാട്ട് എന്ന് പറയും. ഓക്കെ, ജൂൾ പെർ സെക്കൻഡിനാണ് നമ്മൾ വാട്ട് എന്ന് പറയുന്നത്. അപ്പോൾ വാട്ടിൻ്റെ യൂണിറ്റ് എന്താ? ഡയമെൻഷൻ എന്താ? m⁻⁴, l⁻², t⁻⁻3. ഓക്കെ, സോ N2 അല്ലേ വേണ്ടേ. അപ്പോൾ N2 is equal to
എന്തെന്ന് വരും n1 ഇൻറ്റു m1/m2 ദ ഹോൾ റേസ് ടു a, പിന്നെ L1/L2 ദ ഹോൾ റേസ് ടു b, പിന്നെ T1/T2 ദ ഹോൾ റേസ് ടു c. ഇനി നമുക്കറിയാം പവറിൻ്റെ യൂണിറ്റ് എന്താ, m L റേസ് ടു 2 T റേസ് ടു -3 ആണ് അല്ലേ? അതന്നല്ലേ ഇവിടെ എഴുതിയത്. ml T റേസ് ടു -3. ഓക്കെ, ശരി. അപ്പോൾ എയും ബിയുടെ വാല്യൂ പുട്ട് ചെയ്താൽ മതി. അപ്പോൾ n2 ഇസ് ഈക്വൽ ടു n1ൻ്റെ വാല്യൂ 1 വാട്ടാണ്, അപ്പോൾ 1 ആയിട്ട് പുട്ട് ചെയ്യുക, ഇൻറ്റു m1 നമുക്കറിയാം ഫസ്റ്റ് യൂണിറ്റ് എന്താ, ഫസ്റ്റ് യൂണിറ്റ് ഇസ് SI സിസ്റ്റം, സെക്കൻഡ് യൂണിറ്റ് ആണ് നമ്മുടെ റാൻഡം സിസ്റ്റം. അപ്പോൾ ഫസ്റ്റ് യൂണിറ്റ് SI സിസ്റ്റം ആയതുകൊണ്ട് അതിൽ m1ൻ്റെ വാല്യൂ 1 മീറ്റർ ആയിട്ട് എടുത്താൽ മതി അല്ലേ? അപ്പോൾ ഇത് 1 മീറ്റർ ആയിരിക്കും, കാരണം ഫസ്റ്റ് n1 സംശയമില്ലല്ലോ, n1 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് സിസ്റ്റമാണ്. ഫസ്റ്റ് സിസ്റ്റമിൽ m1 എന്ന് പറയുമ്പോൾ മീറ്റർ ആണ്, കാരണം SI സിസ്റ്റത്തിൽ യൂണിറ്റ് 1 മീറ്റർ ആയിട്ട് എടുത്തേക്കുന്നത്. താഴെ റാൻഡം സിസ്റ്റമിൽ 1 യൂണിറ്റ് എത്രയാണെന്ന് പറഞ്ഞു, 1 യൂണിറ്റ് 10 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ താഴെ എന്ത് വരും, താഴെ 10 മീറ്റർ എന്ന് വരും. ദ ഹോൾ റേസ് ടു എൻ്റെ വാല്യൂ നമുക്കത് എഴുതി നിന്ന് കിട്ടും, എൻ്റെ വാല്യൂ 1 ആണ്, അപ്പോൾ എൻ്റെ വാല്യൂ വിൽ ബി 1. കത്തുന്നുണ്ടല്ലോ. ഇൻടു L1 ഫസ്റ്റ് സിസ്റ്റം ഇസ് SI സിസ്റ്റം, SI സിസ്റ്റത്തിൽ ലെങ്ത്തിൻ്റെ യൂണിറ്റ്, മാറിപ്പോയില്ലേ, ഇത് kg അല്ലേ, സോറി മാസ് അല്ലേ, മാസ് ആകുമ്പോൾ kg അല്ലേ, അപ്പോൾ ഇത് kg അല്ലേ, ഇത് kg എന്ന് വരും. താഴെ m2 എന്ന് പറയുമ്പോൾ 20 kg എന്ന് വരും അല്ലേ, 20 kg. ദ ഹോൾ റേസ് ടു എൻ്റെ വാല്യൂ 1 ആണ്, ഇൻറ്റു പിന്നെ ഫസ്റ്റ് സിസ്റ്റം മീറ്റർ ആണ് യൂണിറ്റ്, താഴെ സെക്കൻഡ് സിസ്റ്റമിൽ 10 മീറ്റർ ആണ്, അപ്പോൾ 10 മീറ്റർ എന്ന് വരും. ദ ഹോൾ റേസ് ടു b. ദ ഹോൾ റേസ് ടു ബീൻ്റെ വാല്യൂ എത്രയാണ്, ബീൻ്റെ വാല്യൂ കാണുമ്പോൾ അറിയാം 2 ആണ് അല്ലേ, ഇൻറ്റു പിന്നെ T1/T2. SI സിസ്റ്റമിൽ ടീൻ്റെ യൂണിറ്റ് 1 സെക്കൻഡ് ആണ്, അപ്പോൾ 1 സെക്കൻഡ് ഡിവൈഡ് ബൈ താഴെ T2. ഈ സിസ്റ്റമിൽ ടൈമിൻ്റെ യൂണിറ്റ് എന്താ, 5 സെക്കൻഡ് ആണ്, അപ്പോൾ താഴെ 5 സെക്കൻഡ് എന്ന് വരും. ദ ഹോൾ റേസ് ടു എത്രയാ, -3 എന്ന് വരും അല്ലേ, -3. -3 അല്ലേ, ഇത് kg ക്യാൻസൽ ആയിപ്പോയി, മീറ്റർ ക്യാൻസൽ ആയിപ്പോയി, സെക്കൻഡ് ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ n2 ഇസ് ഈക്വൽ ടു 1/20 ദ ഹോൾ റേസ് ടു 1, പിന്നെ 1/10 ദ ഹോൾ റേസ് ടു 2, പിന്നെ 1/5 ദ ഹോൾ റേസ് ടു -3 എന്ന് വരും അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/20 ഇൻറ്റു ഇത് 1/100 എന്നാകത്തില്ലേ, ഇൻറ്റു 1/5 റേസ് ടു -3 എന്ന് പറയുമ്പോൾ ഡിനോമിനേറ്റർ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുവന്നാൽ മതി, അപ്പോൾ 5ൻ്റെ ക്യൂബ് എന്ന് വരും, ശരിയല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 5ൻ്റെ ക്യൂബ് എത്രയാണ്, 125 അല്ലേ, അപ്പോൾ 125 ഡിവൈഡഡ് ബൈ 20 ഇൻറ്റു 100 എന്ന് വരും, ശരിയല്ലേ. ഡിവൈഡ് ചെയ്ത് എത്ര എന്ന് വരും, ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് 25ഉം ഇത് 20ഉം അല്ലേ, പിന്നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് 5, ഇത് 4 എന്ന് വരും, ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 എന്ന് വരും അല്ലേ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/16. 1/16 എത്രയാണ്, 1/16 ഇസ് 0.0625 അല്ലേ, അത്രയും വാല്യൂ വരും. ഓക്കെ, അപ്പോൾ അതാണ് n2ൻ്റെ വാല്യൂ. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ SI സിസ്റ്റമിൽ 1 വാട്ട് ആണെങ്കിൽ അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് ഈ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്, 0.0625 ആണ്. 0.0625 തന്നെ അല്ലേ. 1/16 എത്രയാണ്, 1/2.5, 1/4, 0.25, 1/8, 0.125, 0.0625 അല്ലേ, കറക്റ്റാണ്, 0.0625 എന്ന് വരും. ഓക്കെ, അപ്പോൾ 1 വാട്ട് ഈ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇതിൻ്റെ വാല്യൂ എത്രയാണ്, 0.0625 ആണ്. ഓക്കെ, അപ്പോൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഒരു ആപ്ലിക്കേഷൻ കൂടി ഉണ്ട്, അത് നമുക്ക് അടുത്ത വീഡിയോ നോക്കാം. ഓക്കെ, സോ താങ്ക് യു.